നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോകപ്രശസ്തനായിട്ടുള്ള മുൻ ഫോമർ സ്പേസ് സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ, ലോയർ, ടെക്നോക്രാറ്റ്, അങ്ങനെ അനേകം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ലോയർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ കൂടിയിട്ടാണ്. ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാടിന്റെയും ലോകപ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള സ്ഥാപത്യ വേദം അടക്കം പഠിച്ചിട്ടുള്ള സ്ഥപതി കൂടിയിട്ടാണ് നമ്മുടെ ഡോക്ടർ TPS ജി. സ്വാഗതം ഡോക്ടർ TPS ജി. നമസ്കാരം ലക്ഷ്മി ജി. TPS ജി, നമ്മള് കഴിഞ്ഞ തവണ സംഖ്യയോഗത്തിലെ 22ാമത്തെ ശ്ലോകം വരെയാണ് വിശദീകരണം പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കും മുമ്പ് അങ്ങയുടെ ഒരു മുഖവിരയോട് കൂടിയിട്ട് തുടങ്ങാം. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ പോലെ ഭഗവത്ഗീതയിലെ കോർ ജിസ്റ്റ്, പ്രമാണം എന്നൊക്കെ പറയില്ലേ നമ്മള്, സെന്റർ ഓഫ് ഒരു തീം പറഞ്ഞു തീർക്കുന്നതാണ്. അത് രണ്ട് സംഭവങ്ങളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഒന്ന്, അനുഭവിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അനുഭവ പരിചയമുള്ള ആരാണോ, ഒബ്ജക്റ്റ് ആൻഡ് സബ്ജക്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന്, അനുഭവ വേദ്യമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്, വിഷയം. മറ്റൊന്ന്, ആരാണോ അതിനെ ദർശിക്കുന്നത്. സബ്ജക്റ്റ് ആണ് വിഷയം, ഒബ്ജക്റ്റ് ആണ് വിഷയം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാണോ ആ വ്യക്തി അത് കാണുകയും ദർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു സിയർ ഉണ്ട്, ഒരു സാക്ഷിയുണ്ട്, ഒരു ആത്മാവുണ്ട്. ഒരു സാധാരണ നിലയിൽ നിന്നും ഹയർ ലെവലിലേക്ക് നമുക്ക് അതിനെ നോക്കിക്കാണാൻ പറ്റും. ദിവസവും രാത്രിയും പകലും എന്നൊക്കെ പറയുന്ന പോലെ, ശരീരവും മനസ്സും ചൈതന്യവും എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെയൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ ഏതാണോ ക്ഷരമായിട്ടുള്ളത്, ഏതാണോ അക്ഷരമായിട്ടുള്ളത്, നശിക്കാത്തത്. ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ കാണുന്ന സാധനവും ഞാൻ ദർശിക്കുന്ന എൻ്റെ ദ്രഷ്ടാവിൻ്റെ അറിവും അനുസരിച്ച് ആ വസ്തു ഈ ലോകത്തില് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വേദ്യമായിട്ടുള്ള പഞ്ചമൂലകങ്ങൾ അല്ലെങ്കിൽ പഞ്ചഘടകങ്ങൾ, 5 പ്രകൃതിയിലുള്ള വസ്തുക്കൾ, ദ്രവ്യങ്ങൾ, ഇതും അതിന്റെ രൂപവും തമ്മിലുള്ള വ്യത്യാസമൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല എന്നർത്ഥം. നമ്മുടെ കണ്ണട എന്ന് പറയുന്നത് കാണാനുള്ളൊരു മാധ്യമം മാത്രമാണ്. ആ കണ്ണട മാറ്റുന്നതിനനുസരിച്ച്, കളർ മാറുന്നതിനനുസരിച്ച് കാണുന്ന വസ്തുവിന്റെ എൻ്റെ പെർസെപ്ഷൻ മാറും. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പെർസെപ്ഷനിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ദൃഷ്ടികൾ. അപ്പോൾ നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളതും അതിന്റെ തത്വങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോകത്ത് നമുക്ക് വ്യത്യസ്തമായ വ്യക്തികൾ വ്യത്യസ്തമായ തരത്തിൽ കാണുന്നത് പോലെ വേദാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഒരു രൂപം എങ്ങനെയാണോ ഒരു മനുഷ്യൻ കാണേണ്ടത് അതുപോലെ കാണണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ആ അനുസരിച്ചിട്ട് ശരീരം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രം മാറുന്നത് പോലെ, ബാല യൗവന ജര അവസ്ഥയിലേക്ക് പ്രായം മാറുന്നത് പോലെ, കുറച്ചും കൂടി പ്രായം കൂടുമ്പോൾ ഈ ശരീരം ഇല്ലാണ്ടാവും, പുതിയ ശരീരം വരും. അപ്പൊ പ്രായം കൂടുമ്പോൾ കരയാത്തതുപോലെ മരിക്കുമ്പോഴും കരയരുത്. ജനിക്കുന്ന സമയത്ത് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം ആഘോഷമായിട്ട് കരുതണം, ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പഴക്കമാർന്ന പടങ്ങൾ മാറ്റി നവ വസ്ത്രങ്ങള് നരൻ ഗ്രഹിപ്പൂ, അവണ്ണം ജീർണതനുക്കൾ മാറ്റി നവീന ദേഹങ്ങൾ എടുപ്പു ദേഹി. ദേഹി എന്ന് പറഞ്ഞ ആത്മാവാണ്. പുതിയ ദേഹങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണെന്നാണ് നമ്മളിപ്പോ 22ാമത്തെ ശ്ലോകം 2ാമത്തെ അധ്യായത്തിൽ കണ്ടത്. തമ്പുരാന്റെ ട്രാൻസ്ലേഷനാണ് ഞാനിപ്പോ പറഞ്ഞത്, പാടല്ല ചെയ്ത് പറഞ്ഞത്. അത് അതേപോലെയാണോ വെച്ച് എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെ തോന്നുന്നത് ഏകദേശ രൂപത്തിലൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് പറയണതാണ്. അത് കേട്ട് ശീലിച്ചിട്ട് പഠിച്ചതാണ്, ഞാൻ ടെക്സ്റ്റ് നോക്കി പഠിച്ചതല്ല, അപ്പൊ എനിക്ക് ഉറപ്പുണ്ടാവില്ല. 23ാമത്തെ, അത് ഇനിയിപ്പോ ഒരു 30 വരെയൊക്കെ ഇതിങ്ങനെ വ്യത്യസ്തമായ ഇതില് പ്രാസത്തിൽ പറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോരോ തോന്നുന്ന വിധത്തില് ഒന്നും നശിക്കാൻ പോകുന്നില്ല, ഒന്നും നശിപ്പിക്കാൻ സാധിക്കില്ല, ഒന്നും തീ കത്തിക്കാൻ സാധിക്കില്ല, മുക്കിക്കൊല്ലാൻ സാധിക്കില്ല, അങ്ങനെ ഓരോ
ആദ്യം മണ്ണും ഇതൊക്കെ പറഞ്ഞ ഖരത്തിന്റെ ആയിരിക്കും, ഇനി തീയുടെയാ പറയാ, ഇനി വെള്ളത്തിന്റെ കാര്യം പറയും. അങ്ങനെ ഓരോ അവസ്ഥയിലും ഏതവസ്ഥയിലായാലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ 23-ാമത്തെ ശ്ലോകം കിട്ടിയോ ലക്ഷ്മി? കിട്ടി സർ, കിട്ടി, എടുക്കാം. സംഖ്യയുഗം 2-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം മുതലാണ് ഇത് തുടങ്ങുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. ഇവിടെ ഭഗവാൻ ഏകദേശം ഉറപ്പായി ഇദ്ദേഹം എന്തായാലും ഫൈറ്റ് ചെയ്യാൻ പോവാന്ന്. അതുകൊണ്ടാണ് ഇത്രയും കാലം പറഞ്ഞ ജനറൽ പ്രിൻസിപ്പിൾ പറയാതെ ഇപ്പൊ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് അസ്ത്രവും ശസ്ത്രത്തിന്റെ കാര്യമൊക്കെയാ പറയുന്നത്. ഇത്രയും കാലം അസ്ത്രത്തിന്റെയും ശസ്ത്രത്തിനും അല്ല, ജീവന്റെയും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഒരു ശസ്ത്രത്തിനും നീ ഭയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ശരീരമല്ല എന്നുള്ള അറിവ് കൊടുത്തതിന് ശേഷം ഭഗവാൻ പറയുന്നത് ഒരു ശസ്ത്രത്തിനും ആ പറയുന്ന ആത്മാവിനെ മുറിക്കാനും പറ്റില്ല, ഒരു അഗ്നിക്കും അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല, ഒരു ജലത്തിനും അതിനെ നനച്ച് കളയാനും മുക്കിക്കൊല്ലാനും പറ്റില്ല, ഒരു കാറ്റിനും അതിനെ ഇല്ലാണ്ടാക്കാനോ ഉണക്കാനോ കരിക്കാനോ ഒന്നും പറ്റില്ല എന്നർത്ഥം. നൈനം ചിന്തന്തി ശസ്ത്രാണി, ഒരു ആയുധത്തിനും അതിനെ ചിന്തിക്കാൻ സാധിക്കില്ല, ചിന്തിച്ച് കഷ്ണങ്ങളാക്കാൻ സാധിക്കില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ, ഒരു കാറ്റിനും അതിനെ ബുദ്ധിമുട്ടാക്കാൻ സാധിക്കില്ല, ഒരു വെള്ളത്തിനും അതിനെ സാധിക്കില്ല. അങ്ങനെ ഓരോന്നും പറയണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ 5 എലമെന്റ്സ് ഉണ്ടല്ലോ, ആ എലമെന്റ്സിന്റെ കാര്യം എടുത്തിട്ടാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ ലെവലിൽ അതിനൊന്നും കളയാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്താലും അവസാനം പഞ്ചഭൂതാത്മകമായ ശരീരമായതുകൊണ്ട് ആ പഞ്ചഭൂതാത്മക ശരീരത്തിനെ തിരിച്ചതുപോലെ നിർമ്മിക്കാൻ സാധിക്കും. അതിലൊന്നും പെടാത്ത ആത്മാവിനെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ആത്മാവാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. അതിനാണ് വ്യക്തിത്വമുള്ളത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിനല്ല പ്രാധാന്യം, അതിനകത്തിരിക്കുന്ന പ്രാണനാണ് പ്രാധാന്യം. ആ പ്രാണനെ എനിക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാനേ സാധിക്കുള്ളൂ. നൈനം ക്ലേദയന്ത്യ ആപോ, ആപോ, ഒരിക്കലും അതിനെ ആപം കൊണ്ട്, ചൂടുകൊണ്ട്, അഗ്നി കൊണ്ട്, തീ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. ന ശോഷയതി മാരുതഃ, അതിനെ ഉണക്കിക്കളയാനോ ചുരുക്കിക്കളയാനോ കരിച്ചു കളയാനോ അതിന്റെ സൈസ് കുറക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ആ വ്യക്തി എന്നുള്ളതിന് ശരീരത്തിനല്ല പ്രാധാന്യം, ശരീരത്തിന്റെ ഓരോ അണുക്കളിലും ഉള്ള പ്രാണനാണ് പ്രാധാന്യം എന്നർത്ഥം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 30-ാമത്തെ ശ്ലോകം വരെ, എനിക്ക് തോന്നുന്നു 30 വരെ അങ്ങോട്ട് പോകുന്നത്. ഇതേപോലെ നമ്മള് നമ്മുടെ മോർട്ടാലിറ്റിയെ പറ്റി, മരണ അവസ്ഥയെ കുറിച്ച് അധികം ചിന്തിക്കേണ്ട, നമ്മള് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇത് പോയാലും കുഴപ്പമില്ല, പിന്നെ വേറൊരാളുടെ രൂപത്തിൽ വേറെ സ്ഥലത്ത് വരും. അത് നമ്മുടെ അടുത്ത വ്യക്തി തന്നെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെടുകയൊന്നും വേണ്ട. അത് എന്റെ അടുത്തേക്കാണ് വരുന്നത് എന്ന് കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ പറയും. എന്നിൽ നിന്നാണ് വരുന്നത്, എന്നിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഞാനാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ശാശ്വതമാണ് എന്നുള്ള ഒരു മാനസിക തലത്തിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മുടെ മരണത്തിനെ നേരിടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണത്തിനെയൊക്കെ നേരിടാൻ ഒരു ശക്തി കിട്ടും, അല്ലെ സാർ? മാനസികമായിട്ടും ഒരു ശക്തി. വ്യത്യസ്തമായിട്ട് പറയുന്നത്, ചിലപ്പോ ഈ ജന്മത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ അടുത്ത ജന്മത്തിൽ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അത്രയൊക്കെ പ്രാധാന്യമുള്ളൂ. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു ധർമ്മം ഉണ്ടല്ലോ, മനുഷ്യൻ എന്നുള്ള ധർമ്മം, ഒരു വ്യക്തി എന്നുള്ള ധർമ്മത്തിനേക്കാളും എൻ്റെ കുടുംബം എന്നുള്ള ധർമ്മം തന്നെയാണ് പ്രാധാന്യം. അതിന് കുഴപ്പമൊന്നുമില്ല, അത് വേണം. പക്ഷെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ അതിനേക്കാളും മുകളിലൊരു ധർമ്മത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ കൊല്ലേണ്ടി വരും. അപ്പോ ഏത് ലെവലിലൊക്കെയാണ് അതിന്റെ ധർമ്മം എന്നാണ്, അതാണ് ബേസിക് ആയിട്ട് ഭഗവാൻ കൃഷ്ണന്റെ ഒരു മെസ്സേജ്. ഭഗവാൻ കൃഷ്ണൻ ഭക്തിവേദാന്തത്തിന്റെ ആളല്ലല്ലോ. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏജന്റാണ്. ഈ എല്ലാ 2 അവതാരങ്ങളും ഉണ്ടായിരിക്കുന്നത് ഭാരതം എന്ന ദേശത്തെ സംരക്ഷിക്കാനും ഒരു ജിയോ പൊളിറ്റിക്കൽ ലീഡറാണ് രാമനായാലും കൃഷ്ണനായാലും. അപ്പോൾ അതുകൊണ്ട് വ്യക്തികൾക്കല്ല പ്രാധാന്യം, രാഷ്ട്രത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ആ വ്യക്തി പോയാലും രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതിലുള്ള അഴുക്കുകളെയൊക്കെ മാറ്റുന്നതിൽ, അഴുക്കിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾ നല്ലവരായാൽ പോലും
ഇൻഡിവിജ്വലി സോൾജേഴ്സ് ഒന്നും കുറ്റക്കാരല്ല, പക്ഷെ അവർ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ടുള്ളവരും കളങ്കപ്പെട്ടിട്ടുള്ളവരല്ല. പക്ഷെ ഇന്ന് ഒരു പാർട്ടിയിലാണെങ്കിൽ നാളെ മറ്റേ പാർട്ടി പോയാൽ ഇത്രയും കാലം സുഹൃത്തായിരുന്ന ആള് ഓപ്പോസിറ്റ് ആയിട്ട് വരികയും ചെയ്യും. അവനെ നല്ലോണം തെറി പറയും. അതാണല്ലോ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം. അങ്ങനെ പറയാൻ പറ്റാത്ത ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ പോകാൻ യോഗ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ കണ്ണട എന്ന് പറയുന്നത് ശത്രു എന്നുള്ള തോന്നലില് ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ ശത്രുക്കളാണ്, അവർ ഇൻഡിവിജ്വലി നന്നായാൽ. അപ്പൊ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ എന്റെ പോളിസിയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എന്റെ പോളിസിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെയൊക്കെ എനിക്ക് എതിർക്കാനുള്ള, അവരെയൊക്കെ കൊല്ലാനുള്ളതിനുള്ള ന്യായം പറയാണ്. എന്താണ് ന്യായം? ആ വ്യക്തിയല്ല പ്രാധാന്യം, ആ പ്രിൻസിപ്പിളാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, പൊളിറ്റിക്സിൽ ഇൻഡിവിജ്വൽ അല്ല പ്രാധാന്യം, അതിന്റെ ധർമ്മമാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ല പക്ഷെ പലപ്പോഴും. ഇനി അത് കഴിഞ്ഞാൽ ആ പൊളിറ്റിക്സിനല്ല പ്രാധാന്യം, പാർട്ടിക്കല്ല പ്രാധാന്യം, രാഷ്ട്രത്തിനാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലുണ്ട് ഞാൻ, പാർട്ടിയിലില്ല എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. എനിക്ക് രാഷ്ട്രത്തിനോടാണ് കടപ്പാട്. അതുകൊണ്ട് ആ രാഷ്ട്രീയമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന സംഭവങ്ങളാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇൻഡിവിജ്വൽ ബന്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലാണ്ടാവും. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓരോ വ്യക്തികളൊക്കെ നമുക്ക് കഷ്ണിച്ചങ്ങട് കളയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ശസ്ത്രം എടുത്തോളൂ, അവരെയൊക്കെ തട്ടിക്കളഞ്ഞോളൂ അവരാണ്. ഏതായാലും ഇദ്ദേഹം കാറ്റടിച്ചിട്ട് കൊല്ലാനോ അല്ലെങ്കിൽ തീയിലിട്ട് കൊല്ലാനോ വെള്ളത്തിൽ മുക്കി കൊല്ലാനോ ഒന്നും അല്ല പോകുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് മാത്രം പറഞ്ഞു നിർത്തിയാൽ നേരിട്ട് അർജുനോട് പറയാൻ തോന്നും. ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് ഇരുന്നോട്ട് വെച്ചിട്ടാണ് ബാക്കി 3 ലൈനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. സാർ ഇപ്പൊ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇത് ഇപ്പം രാഷ്ട്രവും അല്ലെങ്കിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ഒരു മനസ്സിനെ അപ്ലൈ ചെയ്യാനുള്ളതാണ് സാർ ഇപ്പൊ പറഞ്ഞത്. ഇനി വ്യക്തിപരമായിട്ട് നമ്മൾക്ക് സാർ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയിട്ടാണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ട്രോമ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ ഒരു മരണത്തെ നേരിടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക്, ലവ്ഡ് വൺസിനൊക്കെ ഈ ശ്ലോകങ്ങളിലൂടെ ഒരു മനഃശാസ്ത്രപരമായിട്ട് കൂടി ഒരു സമാധാനം കിട്ടുന്ന ഒരു ശ്ലോകങ്ങളല്ലേ? കാരണം നമ്മുടെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് നമ്മളെ ബോധത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയെയും അവർക്ക് വേണ്ടപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുക എന്നുകൂടി ഒന്ന് പറയാമോ? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ലെവൽ അനുസരിച്ചിട്ട് ആദ്യം ഇൻഡിവിജ്വൽ ആണ്, പിന്നെ ഞാൻ നേരെ രാഷ്ട്രത്തിലേക്ക് ചാടിയെന്ന് മാത്രം. അതിന് പകരം അത് ഓഫീസിലാവാം, അപ്പൊ എന്റെ പ്രൊഫഷണൽ ധർമ്മമാണ്. ഇനി അത് കഴിഞ്ഞ് അതിന് ഇടയിൽ വരുന്നതാണ്, അതിനല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ട് വരുന്നതാണ് എന്റെ കുടുംബധർമ്മം. അപ്പൊ ഞാൻ സാധാരണ പറയാറുള്ളത്, എനിക്കൊരു റോൾ ഉണ്ട്. ആ റോള് എന്റെ ഓഫീസർ എന്നുള്ള നിലയിലുള്ള റോൾ ഉണ്ടാവും. അത് ഒരു രാജാവാണെങ്കിൽ രാജാവിന്റെ റോൾ ഉണ്ട്. അതേ സമയത്ത് രാമൻ സീത എന്നുള്ള ഭാര്യയുടെ ഒരു റോൾ ഉണ്ട്. ഈ ബാലൻസിങ് ആണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പൊ ഞാൻ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ആരുടെ ഭാഗത്ത് നിൽക്കണം, ഏതാണ് എന്റെ ധർമ്മം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളൊരു ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ഒരു കുടുംബമാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നോക്കേണ്ടത് ഭർത്താവിന്റെ ഗുണം, ഭർത്താവിന്റെ മാനസികമായിട്ടുള്ള അവസ്ഥ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജി, അദ്ദേഹത്തിന്റെ സ്ഥിരത. ആ കുട്ടി, എന്റെ കുട്ടി ആ ഭർത്താവിന്റെ കൂടെ ഞാനും കുട്ടിയും നോക്കുമ്പോഴാണോ എനിക്ക് എന്റെ ഉറപ്പ് കിട്ടുക, അതോ ആ ഒരു ഭർത്താവ് എന്നുള്ള കുറച്ച് നാളത്തെ ഒരു ബന്ധം കൊണ്ട് എനിക്ക് അബദ്ധത്തിൽ ഉണ്ടായിപ്പോയ ഒരു കുട്ടി, ആ കുട്ടിയെയും കൊണ്ട് ഞാൻ തിരിച്ച് എന്റെ അമ്മയുടെ അടുത്ത് പോകുന്നതാണോ എനിക്ക് സേഫ്? ഞാൻ ഏത് പക്ഷത്താ നിൽക്കേണ്ടതാണ് ഇവിടെയും ചോദ്യം. ആ അടിപിടി ഉണ്ടാവുന്ന സമയത്ത് പറ്റുന്നതും രമ്യതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ നല്ലത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ പറ്റില്ല. പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഗോൾ ഉണ്ടല്ലോ ജീവിതത്തിൽ, എനിക്ക് എന്റേതായ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ആ വാല്യൂ സിസ്റ്റമാണ് നമ്മൾ പറയുന്ന ധർമ്മം. ആ ധർമ്മം, എന്റെ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു ധർമ്മം ഞാൻ ഡയലൂട്ട് ചെയ്യാൻ തയ്യാറാണ് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ആ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഇമേജ് ഉണ്ടാക്കുക, എനിക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കുക, എനിക്കൊരു ടാർഗറ്റ് ഉണ്ട് എന്റെ എത്തിച്ചേരാനുള്ളത്. ആ എത്തിച്ചേരാനുള്ള എന്റെ ഗോള്, അതുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടോ നോക്കാം. ഇതിനൊക്കെ നമ്മളൊരു വെയിങ് ഫാക്ടർ കൊടുക്കണം. ആ വെയിറ്റേജ് കൊടുത്തിട്ട് 2 തട്ടിലും വെച്ചിട്ട് നോക്കുക, ഏതാണ് പൊങ്ങുന്നത് ഏതാണ് താഴ്ന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ
എഴുതി വെച്ച് അത് ഈ എഴുതി വെക്കാത്തതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ചിന്തകൾ വല്ലാണ്ട് ബുദ്ധിമുട്ട്. അതാണ് വിഷാദത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഉദാഹരണത്തിന് അമ്മയുടെ കൂടെ അമ്മയുടെ ചെറിയ കൊച്ചു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 2 വയസ്സുള്ള 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത്. ആ കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ മുത്തശ്ശനും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും. അപ്പൊ എന്റെ ക്വാളിറ്റി ടൈമിൽ ആ കുട്ടിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അച്ഛന്റെയും അമ്മയുടെ സമയത്തിനേക്കാളും കൂടുതൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടി ഒരു സമയമാവും. അപ്പൊ ഞാൻ നോക്കേണ്ടത് ആ കുട്ടിയുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഹസ്ബൻഡിന്റെ കൂടെ ഞാൻ വേറെ മാറി താമസിക്കുന്നു, അച്ഛനും അമ്മയും ഒക്കെ ഒത്തുപോകുന്നില്ല, ഒരു കൂട്ടുകുടുംബമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത്, ഞാൻ എന്റെ കുട്ടിയുമായിട്ട് മാറി താമസിച്ചാൽ ആ ചെറിയ കുട്ടിക്ക് 2.5-3 വയസ്സുള്ള കുട്ടിക്ക് ഞാൻ എത്ര ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റും? ആ ക്വാളിറ്റി ടൈം മുത്തശ്ശിയും മുത്തശ്ശനും കൊടുക്കുന്നത് 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ ആണെങ്കിൽ എനിക്കതിന് ഇക്വലന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് ധർമ്മമല്ല ചെയ്യുന്ന, അധർമ്മമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ പിടിച്ച് ക്രഷ് കൊണ്ടുവിടും, അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുവിടും. അതാണോ ആ കുട്ടിക്ക് ഇവിടെ കൊടുക്കേണ്ടത് അല്ലയോ എന്നുള്ളൊരു ബാലൻസിങ് ആവശ്യമാണ്. ഇതാണ് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ദുഃഖം. ഇനി എന്നെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്ന ഹസ്ബൻഡാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വൈഫ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹസ്ബൻഡിനെയാന്ന് വിചാരിക്കുക. രണ്ടും ആവാലോ. ഇപ്പൊ ഈക്വാലിറ്റിയുടെ കാലല്ലേ, അങ്ങനെ പറയരുത്, രണ്ടും ഈക്വൽ ആണ്. ഒരു സ്പൗസ് മറ്റേ സ്പൗസിനെയാണ് കുറ്റം പറയുന്നത് അല്ലെങ്കിൽ കുഴപ്പം പറയുന്നത്. അപ്പൊ സാധാരണ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഇന്ററാക്ഷൻ എത്ര മണിക്കൂർ ഉണ്ടാവും എന്ന് ചോദിക്കും. അപ്പൊ എല്ലാവരുടെയും ഉത്തരം മിനിമം 15 മിനിറ്റ് 20 മിനിറ്റ് ആണ്. ആ 15 മിനിറ്റ് ആണ് ഒരു ജീവിതത്തിലെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്? കാരണം അതുമായിട്ടുള്ള ചിന്തകളാണ് അതിനേക്കാൾ കൂടുതൽ. ഇപ്പൊ 5 മിനിറ്റ് ഇന്ററാക്ഷനിൽ ഞാൻ ഒരാളെ വഴക്ക് പറഞ്ഞാല് അത് പലർക്കുള്ള കുഴപ്പമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് 24 മണിക്കൂറും 7 ദിവസവും പറ്റുന്നത്രയും വേറൊരു പ്രോബ്ലം കിട്ടുന്നവരെ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാണ് അർജുന വിഷാദ യോഗത്തില് അർജുനന്റെ കുറ്റം. ഈ കാണുന്നതൊക്കെ വിഷമങ്ങളായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ കൃഷ്ണൻ അവിടെ പറയുന്നത്, നീ ഈ ലെവലിലൊന്നും ചിന്തിക്കേണ്ട ആളല്ല, കുറച്ചും കൂടി ഹയർ ലെവലിൽ ചിന്തിക്കണം. എന്താണ് അതിനർത്ഥം? എന്റെ അടുത്തേക്ക് വരൂ എന്ന് ഭഗവാൻ പറയുമ്പോ നിന്റെ കർമ്മത്തിൽ നീ ശ്രദ്ധിക്കൂ എന്നാണ്. അനന്യശ്ചിന്തയന്തോമാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. തനിക്ക് നല്ല ഗോളിലെത്തണം, എല്ലാ റോളുകളും കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ കർമ്മത്തിൽ ശ്രദ്ധിക്കുക, ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കുക. പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവിടെ ഉടനെ ആലോചിക്കും, എന്റെ അടുത്ത അയൽവാസിക്ക് ഇന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന പ്രശ്നമാണ്, എവിടുന്നെങ്കിലൊക്കെ ചുരണ്ടിക്കൊണ്ടിരും. അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചെറിയ ന്യൂസ് വരുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കാൻ കാരണം വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്നത്, എനിക്കൊരു വലിയൊരു ടാർഗറ്റും വലിയൊരു ഗോളും ഉണ്ട്. ആ കർമ്മത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ബാക്കി ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്റെ പ്രശ്നങ്ങളായിട്ട് മാറും. എന്താണ് ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? എന്റെ ബന്ധുവാണെന്നുള്ളത്, എന്റെ ശരീരമാണ്, മറ്റേയാളുടെ ശരീരമാണ്. ഇതൊക്കെ വളരെ നൈമിഷികമാണ് ഭഗവാന്റെ ലെവലിൽ ആലോചിക്കുമ്പോൾ. നമ്മുടെ കുടുംബത്തിന്റെ ലെവലിലായി ആലോചിക്കുമ്പോഴോ, ഞാനും എൻ്റെ അമ്മയും കൂടെ ഉണ്ടാവുന്നത് ചിലപ്പം കുറച്ച് വർഷങ്ങളെ ഉണ്ടാവുള്ളൂ. സാധാരണഗതിയിൽ ജനറൽ ഏജ് ഒക്കെ ആയിട്ട് ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കാന്നാണ് പണ്ട് കടമ്മനിട്ട പാടിയിട്ടുണ്ട്. ശാന്ത എന്ന് പറയുന്ന ഭാര്യയെ നോക്കിയിട്ട് കടമ്മനിട്ട പാടുന്ന പാട്ടാണ്. ഈ വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴത്തേക്കും, സാധാരണ ഈ ഓഫീസിൽ നിന്നൊക്കെ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കടമ്മനിട്ടേക്ക് എത്തുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രി എത്തുമ്പോഴത്തേക്കും ഭാര്യ ഒരാഴ്ചയുള്ള കംപ്ലീറ്റ് കംപ്ലൈന്റ്. ഇപ്പൊ ഇന്നത്തെ പോലെ ടെലിഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫുൾ ലിസ്റ്റ് കംപ്ലൈന്റ് ആണ് പറയാം. അത് കണ്ടിട്ടാണ് കടമ്മനിട്ട ഭാര്യയുടെ പേര് ശാന്ത തന്നെയാണ്. ശാന്തയോട് പറയാണ്, നീ കുളിയൊക്കെ കഴിഞ്ഞ് ഈർന്നൊക്കെ മാറ്റി നല്ല സുന്ദരിയായിട്ട് എൻ്റെ അടുത്ത് വാ, ഈ കംപ്ലൈന്റ് ബോക്സ് ഒന്നും ഇപ്പൊ തുറക്കാണ്ടിരിക്കുക, കാരണം ഇല്ല നമുക്കായ ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം. എന്തൊരു വലിയൊരു സിദ്ധാന്തം ആലോചിച്ചു. നമ്മൾ ഈ ജീവിതത്തിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളോ ഈ പ്രശ്നങ്ങളുടെ ഒക്കെ ലിസ്റ്റ് എടുത്ത്, നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ആരോ ഉണ്ടാക്കിയ പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക്, വലിയ ചിന്തകളിലേക്കൊക്കെ നമ്മൾ കയറി പോകുമ്പോഴാണ് ആ ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഇതൊന്നും പ്രശ്നമല്ലാണ്ടിരിക്കും. അതാണ്
നൈമിഷികമായ കൗമാരം പോയി, ബാല്യം പോയി, ജര വന്നു, എനിക്ക് വയസ്സായി, എന്റെ മുടി നരച്ചു, എന്റെ തൊക്ക് ചുളിഞ്ഞു പോയി, എന്റെ ഷർട്ട് മുളിച്ചൊളിഞ്ഞു, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് സ്ഥിരമായിട്ട് മനുഷ്യന്മാർ ആലോചിക്കുന്നത്. അതൊന്നും ആലോചിക്കരുത്. ഇതൊന്നും അല്ല ബാധകമായിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രസന്ന വദനം ധ്യായേത് എന്ന് പറയാറില്ലേ, നമ്മുടെ വദനം പ്രസന്നമായിരിക്കുക വേണ്ടത്. കേയൂരാണിന ഭൂഷയന്തി പുരുഷം ഹരാന ചന്ദ്രോജ്വലം ന സ്നാനം ന കുസുമം ന വിലേപനം, ഒന്നും വേണ്ട നമുക്ക്. കുളിക്കുകയും വേണ്ട, പിന്നെ ചൂടുകയും വേണ്ട. ആകെ വേണ്ടത് വാക്ഭൂഷണം, ഭൂഷണം, നല്ല വാക്കുകൾ പറയാം, പ്രസന്നമായ മുഖമുണ്ടാവുക. അത് മാത്രം ഉണ്ടായി കഴിഞ്ഞാല് ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളും മാറി. ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ മുഖത്ത് ഏറ്റുവെച്ചുകൊണ്ടാണ് മുഖത്തിന്റെ പ്രസന്നത നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബി ഹാപ്പി. അതാണ് ഞാൻ എപ്പോഴും LIFE, ലൈഫ് ലിവ് ഇൻ ഫുൾ എൻജോയ്മെന്റ്. ഇറ്റ് നോട്ട് എ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ഉള്ളത്. നമ്മൾ സാധാരണ പറയും ഐ ആം ഇൻ എ ബിഗ് പ്രോബ്ലം, ഞാൻ ഒരു വലിയ പ്രോബ്ലത്തിലാന്ന് പറയും. നമ്മളെക്കാളും വലിയൊരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പൊ പ്രോബ്ലം ആണോ വലുത്, ഞാനാണോ വലുത്? ഞാനാണ് വലുത്. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ഐ ആം ഇൻ എ പ്രോബ്ലം എന്നാണ്. ഇൻ എ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം വലുതും അതിന്റെ ഉള്ളിൽ ഞാനും നല്ല അർത്ഥം. ആ സെന്റൻസേ തെറ്റാ. അതുകൊണ്ട് ഐ ക്യാൻ നെവർ ബി ഇൻസൈഡ് എ പ്രോബ്ലം, ഓൺലി പ്രോബ്ലം ക്യാൻ ബി ഇൻസൈഡ് മീ. ഞാൻ അതിലും വലുതാണ്. അതിൽ എന്റെ ശരീരമാണോ വലുത്, എന്റെ ആത്മാവാണോ വലുത്? ഞാൻ പോയി എന്ന് പറഞ്ഞ അർത്ഥം, ഒരാൾ ചത്തുപോകുമ്പോൾ നമ്മൾ എന്താ പറയാ, അദ്ദേഹം പോയി എന്നാ പറയാ, ആ കാറ്റ് പോയി എന്നാ പറയാ. എന്താ പോയത്? ശരീരം എപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് പോകുമ്പോഴാണ് നമ്മൾ മരിച്ചു എന്ന് പറയുന്നത്? ആത്മാവ് പോകുമ്പോഴാണ്. അപ്പൊ ആത്മാവല്ലേ പോകുന്നത്? ആത്മാവല്ലേ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആത്മാവാണല്ലോ. അതാണ് നമ്മുടെ പ്രസന്നത, അതാണ് നമ്മുടെ ചൈതന്യം, അതാണ് നമ്മുടെ ജീവൻ, അതാണ് നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജി, അതാണ് നമ്മുടെ പ്രാണൻ. അത് പോകുമ്പോഴാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അപ്പൊ ശരീരത്തിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്ന് വെച്ച് ശരീരം ശ്രദ്ധിക്കേണ്ടതല്ല കേട്ടോ. ശരീരം ക്ലീനായി, നീറ്റായി. കാരണം ഈ ആത്മാവിനെ കൊണ്ടു നടക്കുന്ന പാത്രം നന്നാവണം. നല്ല ഭക്ഷണം കൊടുക്കുന്നതിൽ പാത്രം മോശമായാലോ? അപ്പൊ എത്രയോ സമ്പന്നമായിട്ടുള്ള എൻ്റെ ആത്മാവ്, ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ശരീരം ആണ് പ്രകടമായിട്ട് മനുഷ്യന്മാർ കാണുന്നത്. ഭക്ഷണം കാണുന്നതിന് മുമ്പ് അതിനുള്ളിലുള്ള ഭക്ഷണമല്ല നമ്മൾ കാണുന്നത്, അതിന്റെ പുറമേയുള്ള കവറാണ് കാണുന്നത്. അത് ഡിസ്കവർ ചെയ്താലേ ഉള്ളിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ എന്നെ ആരെങ്കിലും കാണണമെങ്കിൽ ഈ കവർ ഡിസ്കവർ ചെയ്യണം. ആ ഡിസ്കവർ ചെയ്യണമെങ്കിൽ തന്നെ എന്നെ ഒന്ന് നോക്കാൻ തോന്നണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ നോക്കാൻ തോന്നാത്തൊരു വേഷഭൂഷാദിയും ശരീരം ഒക്കെ ആണെങ്കിലോ, അതുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് സത്യസ്യാപി മുഖം എന്തുകൊണ്ട് സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ അത് കാണാൻ സാധിക്കണം നമുക്ക്. തീർച്ചയായിട്ടും നല്ല വ്യക്തമായിട്ട് സാർ പറഞ്ഞു. അത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും ഇതേ മനോഭാവത്തോട് കൂടിയിട്ട് നമുക്ക് ഭഗവത്ഗീത അടിസ്ഥാനപ്പെടുത്തി തന്നെ കൊണ്ടുപോകാം. കറക്റ്റ്. ഇനി 24ാമത്തെ ശ്ലോകമാണ് സാർ, സാഖ്യയോഗത്തിലെ 2ാം അധ്യായത്തിലെ. അത് വായിക്കാം. അച്ഛേദ്യോയമദാഹ്യോയ മക്ലേദ്യോ ശോഷ്യയേവ ച നിത്യഃ സർവഗതസ്ഥാണു മജലോയം സനാതനഃ. സെയിം നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ഛേദിക്കാൻ സാധിക്കില്ല, ശസ്ത്രം കൊണ്ട് ഛേദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ആത്മാവിനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, അസ്ത്രം അല്ലാണ്ടും പറ്റില്ല എന്നുള്ളത്. നമ്മൾ കത്തി കൊണ്ട് പറ്റില്ല എന്ന്, കത്തി അല്ലെങ്കിലും പറ്റൂല, അതിനെ ചതച്ച് കൊല്ലാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പറയാണ്. അതുകൊണ്ട് അവിടെ അതിനെ ചൂടാക്കിയിട്ട് കൊല്ലാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ഇവിടെ ദഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് പകരം നനക്കി കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാറ്റടിച്ച് കൊല്ലാൻ പറ്റില്ല എന്ന്, ഉണക്കി കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് അതേ സംഭവം ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കൃത്യമായിട്ട് പറഞ്ഞാല് ഈ ശ്ലോകങ്ങളുടെ ഒരു രൂപം നോക്കുമ്പോൾ 22 കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു 27 വരെ ഉള്ള ഗായത്രി ഛന്ദഹ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതായത് അനുഷ്ടുപ്പിലേക്ക് പോകും. അപ്പൊ മിക്കവാറും ചിലപ്പോൾ ഒറിജിനലില് ഉണ്ടായിരുന്ന അനുഷ്ടുപ്പും അതിനിടയിൽ ഇതൊക്കെ എഴുതി ചേർത്തായിരിക്കും. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ കവികൾ അതിന്റെ കൂടെ കുറച്ചും കൂടി ചേർത്തിരിക്കാനാണ് സാധ്യത. അല്ലാതെ കൃഷ്ണൻ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് അർജുനൻ എത്ര പൊട്ടനാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ വ്യാസനും അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ വ്യാസന്റെ കുറെ ശിഷ്യന്മാര്, വ്യാസൻ എന്നൊരു വ്യക്തിയാണോ ഒരു സമുദ്രമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറെ ജനങ്ങളുടെ ഒരു കൂട്ടമാവാം. അപ്പൊ അത് കൊണ്ട് നമുക്ക് പലപ്പോഴും റിപ്പീറ്റേഷൻ കാണും. അപ്പോൾ നിത്യവും
എല്ലായിടത്തും ഉള്ള നിത്യ സർവഗത സ്ഥാണു. ആ 2 ലൈൻ കഴിഞ്ഞ രണ്ടാമത്തിൽ പുതിയൊരു കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഏതോ ഒരു കവിക്ക് തോന്നിയതായിരിക്കും. ഇതൊന്നും കൂടി ഒന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിത്യമായിട്ടുള്ളത്, ആ നിത്യ സർവഗത, എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, എല്ലായിടത്തും പറന്നു നടക്കാൻ സാധിക്കുന്ന, പിന്നെയോ സ്ഥാണു സ്ഥിരമായിട്ടുള്ള, പിന്നെയോ അചലേയം. അചലോയം എന്ന് പറഞ്ഞാൽ ചലിക്കാൻ ചലനമില്ലാത്തതെന്ന് പറഞ്ഞാൽ അതിന് സ്വയമായിട്ടൊരു ഒരു അവസ്ഥയില്ല, പക്ഷെ അത് ആരുടെയോ ഉള്ളിൽ കയറുമ്പോഴാണ് ചലിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അത്തരം ഒരു സംഭവം, അല്ലെങ്കിൽ ശരീരത്തിന് അതിൻ്റെതായ ചലനമില്ല, ആത്മാവുണ്ടായാലേ അതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് രണ്ടും ചേർന്നാൽ മാത്രമേ പ്രാധാന്യമുള്ളൂ. പക്ഷെ അത് ഇവിടുന്ന് പോയാലും വേറൊരു ചലനമുള്ള സ്ഥലത്തേക്ക് അത് പോയിക്കോളും എന്നുള്ളത് പേടിക്കാം. അതുകൊണ്ട് എന്താണ് ഇത് സനാതനമാണ്, അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ളതാണ് എന്ന് നിശ്ചയമായിട്ടും പറയാണ്. ആര്? ഭഗവാൻ കൃത്യമായിട്ട് പറയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു വേവലാതിയും വേണ്ട. കത്തിച്ച് കളയാൻ പറ്റുന്നതല്ല താൻ കത്തിക്കാൻ പോകുന്നത്, ഛേദിച്ച് കളയാൻ പറ്റുന്നതല്ല ഛേദിക്കാൻ പോകുന്നത്. അതിന്റെ അകത്തിരിക്കുന്ന പ്രാണനെയാണ് നമ്മൾ അച്ഛനായിട്ടും മുത്തശ്ശനായിട്ടും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതിപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലുള്ള ന്യായം മാത്രം കേട്ടോ. എന്ന് വെച്ചിട്ട് നാളെ എനിക്ക് ഒരാളെ കൊന്നു കളയാനുള്ള അധികാരം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. നമുക്കതൊന്നും വേദ്യമായിട്ടുള്ള സംഭവമല്ല. കാരണം ഞാനും അത് വ്യവഹാരിക തലത്തിൽ അതൊന്നും സാധ്യമല്ല. താത്വികമായിട്ടുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. താത്വികമായിട്ട് അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ടുണ്ട് സാറ്. അടുത്തത് 25-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ. അവ്യക്തോയമചിന്യോയ മവികാരോയമുച്യതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. ദുഃഖിക്കാനുള്ള ഈ ശോചം പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭഗവത്ഗീതയുടെ മെസ്സേജ് എന്താന്ന് ചോദിച്ചാല്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഈ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ഒരു പാരഗ്രാഫ് ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടെന്നാണ്. അതുപോലെയാണ്. അതുവരെ അത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അതിന്റെ ഒരു എൻഡില് ദുഃഖിക്കരുത്. പിന്നെന്താ പറയാ, എഴുന്നിട്ട് അടിച്ചോളാൻ പറയും. ഈ 2 സംഭവങ്ങളാണ് ആകെ കൃഷ്ണൻ പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയമല്ലാത്ത എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതോ, ശബ്ദം കൊണ്ട് കേൾക്കാൻ പറ്റുന്നതോ, മണക്കാൻ പറ്റുന്നതോ, രുചിക്കാൻ പറ്റുന്നതോ, തൊട്ടറിയാൻ പറ്റുന്നതോ അല്ലാത്ത ആത്മാവാണ് നമ്മുടെ ഒരു പ്രപഞ്ചത്തിൽ സ്ഥിരമായിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന, ഒരു ജീവൻ എന്ന് പറയുന്ന അത് അവ്യക്തവുമാണ്, അത് അചിന്ത്യനാണ്, ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അതിനപ്പുറത്താണ് അതിന്റെ രൂപം. നമുക്കൊന്നും അറിയില്ല. രൂപവിവർജിതസ്യ, ഭഗവാന്റെ രൂപം അതുപോലെയാണ്. നമുക്ക് രൂപമില്ലാത്തവനാണ് ഭഗവാൻ. നമുക്ക് വിവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ളതാണ് ഭഗവാൻ. അത് ശ്ലോകങ്ങളെ കൊണ്ടൊന്നും വിവരിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ആത്മാവിന് അങ്ങനെ ഒരു വിവരണവും കൊടുക്കാൻ പറ്റില്ല. അത് അനിർവചനീയമാണ്. അതുപോലെ തന്നെ അതിന് വികാരവും ഇല്ല. നീ നിന്റെ നിഴൽ പോലും അറിയുന്നില്ലല്ലോ എന്നാണ് ആർ രാമേന്ദ്രൻ നായരുടെ കവിതയുണ്ട്. ഭഗവാനെ കുറിച്ചുള്ള കവിതയാണ്. ഭഗവാന് സ്നേഹം അറിയില്ല, കാരണം ഭഗവാന് വിചാരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ സാധിക്കും. ദുഃഖം അറിയില്ല, കാരണം കിട്ടുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് അത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഒരാളുടെ ആഗ്രഹവും അറിയാൻ കഴിയാത്ത നിർവികാരനാണ് എന്ന് പറയാം. ഇവിടെ വികാരമില്ലാത്ത ജീവിയാണ് ഭഗവാൻ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അത് കറക്റ്റാണ്, കാരണം വികാരമില്ല. പിന്നെയോ നമുക്കൊക്കെ നമ്മുടെ കൂട്ടിന് നിഴല് പോലും ഉണ്ടെന്ന് പറയും. ഭഗവാന് നിഴലില്ല, കാരണം ഭഗവാൻ എല്ലായിടത്തും പ്രകാശിക്കുന്നതാണ്. സൂര്യന് നിഴലില്ലല്ലോ. സൂര്യന്റെ മുമ്പിൽ നിൽക്കുന്ന വേറൊരു വസ്തുവിനല്ലേ നിഴലുള്ളൂ. അപ്പൊ ഭഗവാൻ എവിടെയാ നിഴലുള്ളത്? അപ്പൊ നമുക്ക് നിഴലെങ്കിലും കൂട്ടുണ്ട്. ഭഗവാൻ ആരാ കൂട്ടുള്ളത്? അതുകൊണ്ട് ഭഗവാനെ പറ്റി പരിതപിക്കുകയാണ് കവിയോട് ആർ രാമേന്ദ്രൻ നായർ, പണ്ടത്തെ ചീഫ് സെക്രട്ടറിയാണ്. നീ നിന്റെ നിഴൽ പോലും അറിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പിന്നെ സഹതപിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതുപോലെ ഈ ആത്മാവ് എന്ന് പറയുന്നതിന് അത് പ്രകാശമാണ്. അതിന് പ്രകാശത്തിൻ്റെതായ ഗുണമുള്ളത് കൊണ്ട് അതിനൊന്നും സംഭവിക്കില്ല. നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. മറഞ്ഞു നിന്നാൽ കാണില്ല, നേരെ നോക്കിയാൽ കാണും. അതുപോലെയാണ്. ആയതിനാൽ ആത്മാവിനെ കുറിച്ച് നീ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ തിരിഞ്ഞു നിന്നു എന്നുള്ളത് കൊണ്ടാണ് കാണാത്തത്. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുകയും ചെയ്യുന്നുള്ള പോലെ. ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളപ്പോ ഇപ്പൊ കാണാൻ പറ്റും, ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകാൻ പറ്റില്ല, കാരണം തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാവും. അതുപോലെയാണ്. സർ, ഇവിടെ ഒരു ചോദ്യം വന്നിരിക്കുകയാണ്. അതായത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ തന്നെ നമ്മുടെ ഒരു അമൃതത്വത്തിനെ കുറിച്ച്, നമ്മൾ ഇല്ലാതെയാകുന്നില്ല, നമ്മുടെ മനസ്സും ശരീരവും മാത്രമാണ് ഇവിടെ നിന്ന് പോകുന്നത്, സ്ഥൂലമായിട്ടുള്ള മറ്റൊരു രൂപത്തില് നമ്മൾ വീണ്ടും സൂക്ഷ്മ രൂപത്തിലൂടെ എത്തുന്നു എന്നുള്ള ഒരു സന്ദേശം തരുമ്പോഴും
കേരളത്തിന്റെ കണക്കുകൾ പ്രകാരം ആത്മഹത്യ ചെയ്യുന്നവരിൽ 90% ഹിന്ദുക്കളാണ്. എന്തുകൊണ്ടാണ് ഇത്ര മഹത്തരമായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഭഗവത്ഗീതയിലൂടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസം എന്തുകൊണ്ടാണ് സർ സംഭവിക്കുന്നത് എന്നൊന്ന് പറയാമോ? അല്ല, എനിക്ക് ചിലപ്പോ ഭഗവത്ഗീത പാടുന്നവർ കുറെ പേരുണ്ടാവും. ഭഗവത്ഗീത പാടും. അതുപോലെ ഭഗവത്ഗീതയുടെ അർത്ഥം ആരോ ചിരിച്ച് ഇങ്ങനെ കാണിക്കുന്നിടത്ത് ഇങ്ങനെ കാണിച്ച് അങ്ങനെ കോപ്പി ചെയ്തിട്ട് കോപ്പി കാറ്റായിട്ട് ഭഗവത്ഗീത പറയുന്നവരും കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഞാനിപ്പോ ഈ ഭഗവത്ഗീത ഏത് കോണ്ടെക്സ്റ്റിൽ എവിടെ വെച്ചാണ് പറയുന്നത് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ അമേരിക്കയിൽ പോയിട്ട് പറയുന്ന സമയത്ത് പറയുന്ന വാക്കുകളല്ല നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ പറയുന്നത്. എന്റെ ഇംഗ്ലീഷ് വെർഷനും എടുക്കുക, ഇതും എടുക്കാം. ഓരോ ശ്ലോകങ്ങളും ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുള്ളതും ഇതും എടുത്തു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഈ കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് അതിനെ മാറ്റണം. പലർക്കും പറ്റിയിട്ടുള്ളത് ഭഗവത്ഗീത പലയിടത്തുനിന്നും കോപ്പി ചെയ്തിട്ട് അതിനെ അതുപോലെ നമ്മൾ പറയും. അത് പറയുന്ന സമയത്ത് വളരെ പരിഹാസമായിട്ട് തോന്നുന്നൊരു കാര്യം, ഭഗവത്ഗീത എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് വലിയ ബിസിനസ്സുകാരുടെ കഥയും ഒക്കെയാണ്. ഭഗവത്ഗീത ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എലൻ മാസ്കിന്റെ കഥ പറയുന്നതിൽ എന്താ അർത്ഥം? അയാൾ അത് കണ്ടിട്ടൊന്നുമല്ലല്ലോ ഉണ്ടായിട്ട്. അപ്പൊ തന്നെ നമ്മളിൽ ജനങ്ങളിൽ ഇതിനകത്തൊരു അവർഷൻ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ നമ്മൾ പലയിടത്തും വളരെ പ്രസിദ്ധമായ സ്കൂൾസിൽ പോയിട്ട് അവിടുത്തെ പ്രയർ സോങ് കേട്ടാൽ പോലും ഒരു പ്രയർ സോങ് ചിലപ്പം ഒരേ പ്രയർ സോങ് ആണ് ഒരു സ്കൂളിൽ. അത് LKG മുതൽ 12ാം ക്ലാസ് വരെ എത്തുമ്പോൾ 14 വർഷം 200 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. കാരണം എല്ലാ ദിവസവും തന്നെയാണ് ചൊല്ലുന്നത്. എന്നിട്ട് ആ കുട്ടിയോട് എന്താ അതിന് അർത്ഥം എന്ന് ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല. അപ്പൊ അടുത്ത കാലത്ത് ഞാൻ പോയിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്കൂളിൽ അവിടെ ഉള്ള ഈ ശ്ലോകങ്ങൾ ചൊല്ലുന്ന സമയത്ത് പലപ്പോഴും ചൊല്ലുന്ന ശ്ലോകങ്ങൾ നമ്മൾ പറയുമ്പോൾ രസകരമായിട്ടുള്ള അതിന്റെ അർത്ഥം ചോദിച്ച സമയത്ത് അത് അറിയില്ല അവർക്ക്. അത് എന്തേ അറിയാത്തതെന്ന് ചോദിച്ചാൽ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണം. അപ്പൊ ചോദിച്ച സമയത്ത് ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ചോദിച്ചു, അതെങ്ങനെയാവും? അതാവില്ല, 0 അല്ലേ ആവുക എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഇതുവരെ 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഇത് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിട്ടു, ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ എന്റെ വീഡിയോയിൽ കാണാം. കാരണം പിറ്റേ ദിവസം അവനത് ചിന്തിച്ചോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിട്ടത്. പിറ്റേ ദിവസം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ ചോദിച്ചത് എന്നോട് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി 0 ആവണം എന്നല്ലേ? ഞാൻ ഉത്തരം പറഞ്ഞത് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി എന്നാണല്ലോ. ആണ്. അതിനെ പറ്റി ചിന്തിക്കാൻ പോയിട്ടില്ല. ആ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയിൽ ഈ പ്ലസ് എടുത്തിട്ട് ഇപ്പുറത്തിട്ടാല് ഇൻഫിനിറ്റി ഈസ് മൈനസ് ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി എന്ന് വരും. ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. കാരണം 12ാം ക്ലാസ്സിൽ കുട്ടിക്കത് മനസ്സിലാവുന്ന വിധത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മനസ്സിലാവാണ്ടിരുന്നത്? അവൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ, അത് പഠിച്ചിട്ടേ ഉള്ളൂ, ആലോചിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെയൊക്കെ ദുഃഖം എന്താന്ന് വെച്ചാല് ഒരിക്കലും ആലോചിക്കാറില്ല, ഒരിക്കലും പഠിക്കാറില്ല, ഒരിക്കലും അതിനെ വിച്ഛേദിച്ച് പഠിക്കണം. ആ വിച്ഛേദിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും പഠിയാത്തത്. വെറുതെ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. സാറ് പറഞ്ഞു ഭഗവത്ഗീത പാടുകയാണ് അല്ലെങ്കിൽ പൂജിക്കുകയാണ്, പഠിക്കുന്നില്ല അല്ലെ? പഠിക്കുന്ന രീതി സാറിനെ പോലെ ഒരു എഡ്യൂക്കേഷണലിസ്റ്റ്, പഠിപ്പിക്കുന്നതില് പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി അതിനെ പാർട്ടായിട്ട് വിച്ഛേദിച്ച് തന്നെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം സത്യത്തില് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിൽ ഇത്രയധികം ആത്മഹത്യ എന്നുള്ളതിന് ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത പഠിക്കുന്നില്ല, വായിക്കുകയല്ല പഠിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാർ വ്യക്തമാക്കി കഴിഞ്ഞു. അല്ല, എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ഉത്തരം അറിയില്ല, അതുകൊണ്ട് അത് അങ്ങനെ ചോദിക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ചോദിക്കാണ്ട് വിശ്വസിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരിലും നമ്മൾ പെടില്ല. ചിലതൊക്കെ ചോദിച്ചോളാൻ പറയും, ചിലതൊക്കെ ചോദിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഈ പിള്ളേർക്ക് കൺഫ്യൂഷനായി, കോൺഫ്ലിക്റ്റ് ആണ്, എപ്പോഴും കൺഫ്യൂഷനാണ്. ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. നമുക്കറിയില്ല, പലതും അറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, എനിക്ക് പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനേക്കാളും ലോജിക്കലി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ മാറ്റി പറയാൻ തയ്യാറാണ്, പഠിക്കാനും തയ്യാറാണ്. പക്ഷെ പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന്, നമ്മളിപ്പോ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ മഹാത്മാഗാന്ധി, ടാഗോർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഉടനെ അതിന്റെ താഴത്ത് കമന്റ് എഴുതുന്ന ആൾ എന്ത് ശ്രീനാരായണ ഗുരുവിനെ പറഞ്ഞില്ല. ഇപ്പൊ നമുക്കിപ്പോ എല്ലാവരുടെയും ലിസ്റ്റ് കൊടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിൽ അതുപോലെ സാർ ഇപ്പം സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് വന്നാൽ അത് മാത്രം നോട്ടീസ് ചെയ്ത് അത് മാത്രം കാണുന്നത്, അതിലെ തത്വം കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ. അത് പലപ്പോഴും ഉണ്ട്.
പലപ്പോഴും പറയാറുണ്ട്. ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊന്നും ഇംഗ്ലീഷിൽ ജനിച്ചിട്ടുള്ള മനുഷ്യനല്ലല്ലോ. എന്റെ മദർ ടങ് മലയാളവും അതർ ടങ് ഇംഗ്ലീഷുമാണ്. അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹാസ് ഉപയോഗിക്കുന്നതിന് പകരം ഹാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്റെ കുറ്റമല്ല. എന്നെ പഠിപ്പിച്ച കാലം മുതലുള്ള മാഷ്. പിന്നെ ഞാനത് മാറ്റി വന്നപ്പോഴാണ് ഐ വി യു ദേ ഹി ഷീറ്റും ഹാസ് എവിടെ ഉപയോഗിക്കണം, ഹാവ് എവിടെ ഉപയോഗിക്കണം, ഹാഡ് എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ ഈ ഇരിക്കുന്ന പയ്യൻ ഇവനെ പിടിക്കും, ഇപ്പൊ ഞാൻ ഇത് പറയാം. ആ 1 മണിക്കൂർ പറയുന്ന ക്ലാസ് ഒന്നും ശ്രദ്ധിക്കില്ല. കാരണം അവൻ ആകെ ശ്രദ്ധിക്കുന്നത് ഇയാളുടെ തെറ്റ് കണ്ടുപിടിച്ചിട്ട് അത് എപ്പോ പറയാനൊരു ചാൻസ് കിട്ടി അതിനായിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ പലപ്പോഴുടെയും നമ്മളുടെ ശ്രദ്ധയല്ല നമുക്കുള്ളത്. അപ്പൊ അതിനാണ് എന്ത് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലും ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്, ഞാൻ ചെയ്യാറുള്ളതാണ്, ഒരു പേപ്പറും നോട്ട് എഴുതിട്ട് എഴുതി വെക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണ്ട അപ്പാണ് ഇങ്ങോട്ട് എഴുതി വെക്കും. ആ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും ഒരു വലിയൊരു ആർട്ടാണ്. അത് ഇഷ്ടപ്പെടുന്നവരാവണം ഇത് പഠിപ്പിക്കേണ്ടത്. ആ അവസ്ഥയിലല്ലാതെ നമ്മൾ ഇതൊരു ഒരു ഒരു വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യുന്ന ഒരു പണിയല്ല പറയാം. അത് പഠിക്കുന്നവനും വേണം ശ്രദ്ധ, പഠിപ്പിക്കുന്നവനും വേണം ശ്രദ്ധ. അത് കൃത്യമായിട്ട് നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുമ്പോൾ പല വേർഷൻസ് കേൾക്കാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാം കേൾക്കൂ. എന്നിട്ട് നിങ്ങളുടെ യുക്തി ഉപയോഗിച്ചിട്ട് ആ ഇൻഫർമേഷൻസിനെയൊക്കെ നിങ്ങളുടെ അറിവാക്കിയിട്ട് മാറ്റണം. അറിവാക്കിയിട്ട് മാറ്റണമെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്റെ ചിന്തയിൽ വന്ന് എന്റെ ലോജിക് ഉപയോഗിച്ച് ഞാൻ പെർസീവ് ചെയ്തെടുക്കുന്ന ഒരു ഉത്തരമാണ് എന്നിൽ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് ഡാറ്റ ഗെറ്റ് ഇൻ ടു അനാലിസിസ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ബിക്കം ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ വെൻ ഐ ഗെറ്റ് ഇൻ ടു ഡിഫറെന്റ് ഇൻഫർമേഷൻ ഐ മേക്ക് എ പെർസീവ്ഡ് നോളജ് ഔട്ട് ഓഫ് ഇറ്റ്. ആ പെർസീവ്ഡ് നോളജ് ആണ് എനിക്ക് ബാക്കിയുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ കോപ്പി കാറ്റ് പോലെ ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്നാൽ ഇറ്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവത്ഗീത പഠിച്ചതുകൊണ്ട് ഇത്രാമത്തെ ശ്ലോകം ഇന്നതാണെന്ന് പറഞ്ഞാൽ കറക്റ്റ്, അതുപോരാ. അതിന്റെ സ്ട്രക്ചർ അറിയണം, കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം, അനലൈസ് ചെയ്യണം, എങ്ങനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ. അതാണോ ഒറ്റ കാരണം എന്ന് ചോദിച്ചാൽ അല്ല, കോംപ്ലക്സ് ആണ് വേൾഡ്, പല പ്രശ്നങ്ങളും ഉണ്ട്. നമുക്ക് ബന്ധം എന്ന് പറയുന്നതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സത്സംഗ് എന്ന് പറയുന്നത്, നമുക്കൊരു ആശ്വാസം ഉണ്ടാവുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു 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 ബലം ഉണ്ടല്ലോ. ഒരു ചെറിയ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടിക്ക് പനി വന്നാല് എന്റെ അമ്മ എന്റെ കൂടെയുള്ള സമയത്ത് എനിക്ക് സമാധാനമാണ്. അമ്മക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയുന്നത് കൊണ്ടോ, കാർ ഓടിക്കാൻ അറിയുന്നതുകൊണ്ടോ, ടെലിഫോൺ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടോ ഒന്നുമല്ല. അതെന്റെ ഒരു ബലമാണ്. കാരണം ഷീ ഈസ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. ആ വരുന്ന സമയത്ത് തന്നെ ഒരു യങ് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയെ നോക്കാൻ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും എന്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു സമാധാനം. ആ മുത്തശ്ശനും മുത്തശ്ശി ഇല്ലാത്തൊരു കാലം വരുമ്പോഴും അതിനു മുകളിലാണ് ഭഗവാൻ എന്ന് പറയുന്നതിന്റെ ഒരു ബലം ഉണ്ടല്ലോ. അതാണ് എന്റെ പിടുത്തം. ആ ബലം എനിക്കില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് എനിക്ക് താങ്ങായിട്ട് എന്നെ ശ്രദ്ധിക്കാനായിട്ട് എനിക്കൊരു മെന്ററുണ്ട്, എനിക്കൊരു ഗുരുവുണ്ട്, എനിക്ക് അച്ഛനും അമ്മമാരും ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ മാതാ പിത ഗുരു ദൈവം. എന്താണ് മാതാ? അമ്മ. അമ്മയാണ് ആദ്യം രക്ഷിക്കുന്നത്, പിന്നെ അച്ഛനാണ് രക്ഷിക്കുന്നത്, മാതാ പിത. പിന്നെ ഗുരു, അതാണ് മെന്റർ. അതും കഴിയുമ്പോഴാണ് ദൈവം. എന്താ ദൈവം? എന്റെ പാരമ്പര്യത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഇവരൊക്കെ എനിക്ക് തന്നിട്ടുള്ളൊരു ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്റെ ദൈവം. ഇതിൽ ആരെങ്കിലും ഒക്കെ എന്റെ ദൈവമാവാം. ഇവരും ഒക്കെ പോകുമ്പോഴാണ് എനിക്ക് ഭഗവാനും ഈശ്വരനും ഒക്കെ ഉണ്ടാവുന്നത്. ഇവരെനിക്ക് പഠിപ്പിക്കുന്നതാണ് എന്റെ ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ദൈവമായിട്ട് എനിക്ക് ഈ പാരമ്പര്യമായിട്ട് എന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ് ദൈവം എന്ന് പറയുന്ന ആ പാരമ്പര്യത്തിലാണ് എനിക്ക് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്ന സങ്കല്പം എന്നിലേക്ക് നിറച്ചു തരേണ്ടത്. അത് 1970 മുതൽ 2000 വരെ മിക്കവാറും കേരളത്തിൽ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത്തരം ഡിസ്കഷൻസ് 1970s ഞാൻ 2000 ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്. അത് വാസ്തു ആയാലും ജ്യോതിഷമായാലും ഭഗവത്ഗീത ആയാലും പറയുന്നത്. 1970 എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ എല്ലാ പ്രായമുള്ളവരും പറയും 1970, 80, 90 ഇത്തരം ഒരു പ്രഭാഷണം ഇവിടെ ഒന്നും നടന്നിരുന്നില്ല. ആദ്യമായിട്ട് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുള്ള ക്ഷേത്രങ്ങൾ അടക്കമുണ്ട്. മലബാറിൽ ഇതുവരെ പ്രഭാഷണം നടത്താത്ത പല ക്ഷേത്രങ്ങളിലും ഞാൻ പോയി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് 4 കസേര 5 കസേരയാണ് ആകെ ഇട്ടിരിക്കുന്നത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്തത് 5 പേരെയാണ്. ബാക്കിയുള്ളവരൊക്കെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴൊന്നും നിർത്താൻ പോണില്ല, 3 മണിക്കൂർ പോകും, വേണമെങ്കിൽ കസേര കൊണ്ടെന്നാണ് പറഞ്ഞത്. അവരൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട്, അവിടെയൊക്കെ മരത്തിന്റെ കസേരയാണ്, വലിയ കനുള്ള കസേര, അത് തലയിൽ വെച്ച് കൊണ്ടുവന്ന് ഇട്ടിരുന്നൊക്കെ 200 പേരിരുന്നു. അപ്പൊ കേൾക്കാൻ ആളുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാനും അത് ഓർഗനൈസ് ചെയ്യാനും അതിന്റെ ഒരു ശ്രമം നടത്താനുമുള്ള ആൾക്കാർ മിസ്സായിരുന്നു. അത് ഇപ്പൊ വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് മാറും. സത്യമാണ് സാർ പറഞ്ഞു. കാരണം നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാർ എപ്പോഴും പറയായിരുന്നു, എടുക്കാൻ ആളുണ്ട്, കൊടുക്കാനാണ് ആളില്ലാത്തത് എന്ന് പറയാറ്. ഓർഗനൈസ് ചെയ്യാനാ ബുദ്ധിമുട്ട്. ഇപ്പൊ ലക്ഷ്മി ചോദിച്ചില്ല, ഈ പ്രവീൺ ഇത് എഡിറ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ ഡോക്ടർ TPS പറയില്ല. ഞാൻ ഇത് പറയാത്തോണ്ടല്ല, എന്റെ യൂട്യൂബിൽ ഇരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ എന്റെ യൂട്യൂബിൽ ആകെ 30 പേരെ കാണും. കാരണം ഇത് മാർക്കറ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കമേഴ്ഷ്യലൈസ് ചെയ്യുന്നില്ല, ഞാൻ മോണിറ്റൈസ് ചെയ്യുന്നില്ല. മോണിറ്റൈസ് ചെയ്തപ്പോൾ ഗൂഗിൾ ഒരിക്കലും അത് ആൾക്കാരിൽ എത്തിക്കില്ല. ഞാൻ എപ്പോൾ മോണിറ്റൈസ് ചെയ്യുന്നു അതിന്റെ കമ്മീഷനാണ് അഡ്വർടൈസ്മെന്റ് വരുമ്പോഴേ എത്തുള്ളൂ. പക്ഷെ ഇതൊരു വ്യാവസായികപരമായിട്ട് ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി സംബഡി ഹു ക്യാൻ ഡു ദാറ്റ് ആസ് എ മോഡൽ. അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഞാൻ, പക്ഷെ ചെയ്യാണ്ടിരുന്നിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് 24 വർഷമായിട്ട് എന്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ പലതും. അപ്പൊ പലപ്പോഴും ഇതിന് ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ള സംഭവമാണ്. അപ്പൊ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് വരുന്നേ ഉള്ളൂ, അതുണ്ടാവും. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 150 യൂണിവേഴ്സിറ്റികളിൽ എബ്രോഡിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീത ആൻഡ് മാനേജ്മെന്റ് സയൻസ് ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. ഞാൻ തന്നെ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്നത് യോഗ യൂണിവേഴ്സിറ്റി, ഫ്ലോറിഡയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ആചാര്യനാണ്. അപ്പൊ അത് ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നു. അവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് റിസർച്ച് നടത്താം, PhD കിട്ടും. ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡോളജിക്കൽ ആയിട്ടുള്ള നോളജുകൾ ലോകത്തിന്റെ പല ഭാഗത്തും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അവരെ പഠിപ്പിക്കാനും തയ്യാറാണ്. സർ, അടുത്ത ശ്ലോകം 26-ാമത്തെ ശ്ലോകമാണ് സാഖ്യയോഗത്തിലെ 2-ാം അധ്യായത്തിലെ 26-ാമത്തെ ശ്ലോകം. തുടങ്ങാം. അധ ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇതുവരെ ശ്രദ്ധിക്കാതെ പോയില്ല, ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലേ? ഓരോ പ്രാവശ്യം ശോചം എന്ന് വരുമ്പോ ഇല്ലേ, അപ്പൊ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. പക്ഷെ എത്ര പേരത് ആ ശോചം എന്നുള്ള ആ ഒരു വാക്കാണ് ഭഗവത്ഗീതയുടെ കാതലെന്ന് ഒരു പ്രാവശ്യം നമ്മൾ കേട്ടാല് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കാതെ ഇതിങ്ങനെ ചൊല്ലിപ്പോയിട്ട് എന്താ കാര്യം? നൈനം ശോചിതും അർഹസി, നീ ദുഃഖിക്കാൻ അർഹനല്ല, അത് പാടില്ലാത്തതാണ്. മലയാളത്തിലെ പാടല്ല, 2 തരത്തിലുണ്ടല്ലോ. ബുദ്ധിമുട്ടില്ലാത്ത കാര്യത്തിനും പാടില്ല എന്നല്ലേ പറയാം. ബുദ്ധിമുട്ടില്ലാണ്ട് ദുഃഖിച്ചോളാനാ പറയാം. അങ്ങനല്ല, പറ്റില്ല, ചെയ്യരുത്, സാധിക്കില്ല, ഒരിക്കലും ചെയ്യരുത്. എന്താ കാരണം എന്നാണ് അതിന് മുമ്പുള്ള വാക്കാണ് അതിനുള്ളത്. ഇവിടെ വിളിക്കുന്നത് പാർത്ഥ, കുന്തി പുത്ര എന്നല്ല, മഹാബാഹോ എന്നാണ്. ഹേ മഹാബാഹോ, നല്ല ബാഹുക്കളുള്ള, നല്ല ശക്തിയുള്ള, ശക്തി കാണിക്കേണ്ട വ്യക്തിയായിട്ടുള്ള നീ ദുഃഖിക്കല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ശക്തി കാണിക്കുകയാണ് വേണ്ടത്. ആ ശക്തി ഇല്ലാത്തവനാണ് ദുഃഖിക്കേണ്ടത്. ഭീരുവാണ് ദുഃഖിക്കേണ്ടത്, ധീരനല്ല. അതുകൊണ്ട് നീ കഴിവുള്ളവനാണ്, മഹാബാഹുവാണ്, ശക്തിയുള്ളവനാണ്, ധീരനാണ്. അതുകൊണ്ട് എന്താണ് നിനക്ക് കുഴപ്പം? ആകെ ഒരു കുഴപ്പം, അതിനു മുമ്പ് പറഞ്ഞ 2 ശ്ലോകങ്ങൾ പഠിച്ചാൽ നിന്റെ പ്രശ്നം തീരുന്നതാണ്. അതുകൊണ്ട് ആ 2 ശ്ലോകം ഒന്നുകൂടി പറയുന്നത്. അഥ ചൈനം നിത്യജാതം, ഒരു ആത്മാവും പുതിയതായിട്ട് ജനിക്കുന്നൊന്നുമില്ല. അത് പണ്ടത്തെ ജന്മം പുനർജന്മമായിട്ട് വരുന്നതാണ്. പിന്നെയും ജനിക്കും, പിന്നെയും വരും. അങ്ങനെ നിത്യജാതം, ഇടക്കിടക്കേ ജനിച്ചുകൊണ്ടിരിക്കുന്ന, നിത്യവും ജനിക്കുന്നതാണ്, നിത്യവും മരിക്കുന്നതല്ല. നമ്മൾ പക്ഷെ സാധാരണ എങ്ങനെയാ, കറണ്ട് പോയി എന്നേ പറയുള്ളൂ. ഞാൻ കറണ്ട് പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ ചോദിക്കാറുണ്ട്, വന്നിട്ടല്ലേ പോയത്? അപ്പൊ പോയതിനെ കുറിച്ച് എന്തിനാ, കുറച്ച് കഴിയുമ്പോ പിന്നെയും വരുമല്ലോ എന്ന് പറയും. ഞങ്ങളൊക്കെ, എനിക്ക് ഏറ്റവും സുഖമായിട്ടുള്ള, എന്റെ മക്കളൊക്കെ ചെറുതാവുന്ന സമയത്ത് കറണ്ട് പോയി എന്ന് പറയുമ്പോൾ വലിയ ക്ലാപ്പ് ചെയ്യ. എന്നുവെച്ചാൽ ആ സമയമാണ് ഞങ്ങൾ കൂടെ ഇരുന്ന് പാട്ട് പാടുക, അല്ലെങ്കിൽ കൂടെ ഇരുന്ന് മലയാളം പഴയ പഴഞ്ചൊല്ലുകളില്ലേ അതൊക്കെ പറയുക, മലയാളം പഠിക്കുക. അതേ സമയത്ത് അവര് മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ക്ലാസ്സുകളിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കറണ്ട് പോകുന്ന സമയത്ത് കറണ്ട് പോയി എന്നല്ല പറയാ. കറണ്ട് പോയി എന്ന് പറയുമ്പോൾ ഉടനെ കൈവിട്ടിട്ട് നമ്മളൊക്കെ കൂടി ഇരിക്കും, ഉടനെ തുടങ്ങും മലയാള കഥകൾ പറയാനും പഴഞ്ചൊല്ല് പറയാനും. അന്നൊന്നും TV ഇല്ലാത്തതുകൊണ്ട് വലിയ ദുഃഖമൊന്നുമില്ല കറണ്ട് പോയാൽ. ഇപ്പൊ TV ഉള്ളതുകൊണ്ടാണ് ദുഃഖം കൂടുന്നത്. കറണ്ട് പോകുമ്പോ ഇലക്ട്രിസിറ്റി, TV ഓൺ ആവുന്നത് തന്നെ പകൽ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി. അതുകൊണ്ട് പോയി എന്നതുള്ളതല്ല നമുക്ക് ദുഃഖം വേണ്ടത്, പോയി എന്ന് പറയുമ്പോൾ തന്നെ വന്നിട്ടാണ് പോയതെന്ന് മനസ്സിലാക്കാം. അപ്പൊ വരുമ്പോ സന്തോഷം ഉണ്ടെങ്കിൽ ഈ പോയ ദുഃഖത്തിൽ കുറച്ച് കഴിയുമ്പോൾ സന്തോഷം പിന്നെയും വരും. അതാണ് നിത്യജാതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിത്യമരണം എന്നല്ല പറഞ്ഞത്, നമ്മൾ നിത്യമരണം എന്നാ പറയാ.
ഇടക്കിടക്കേ പോകുന്നുണ്ടെന്നാ പറയാ കറണ്ട്, അല്ല ഇടക്കിടക്കേ കറണ്ട് വരുന്നുണ്ടെന്നാ പറയുന്നത്. അത് നമ്മുടെ നായനാര് പണ്ട് പറയായിരുന്നു ഇങ്ങനെ. പിന്നെ കാസർഗോഡൊക്കെ എന്താണ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഫിലമെന്റ് കാണും. ഓ ഫിലമെന്റ് ഇപ്പൊ കാണാൻ തുടങ്ങിയ, പണ്ട് അതും ഉണ്ടായിരുന്നില്ല. അത് ഈ വോൾട്ടേജ് ഇല്ലാതാ പറയണത്. അപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വോൾട്ടേജ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറണ്ട് ഉണ്ടല്ലോ എന്നാ പറയാ. അപ്പൊ അതുപോലെ എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന മനുഷ്യന്മാരാകുമ്പോഴാണ് ഇതിന്റെ സുഖം. സർ, ഇവിടെ ഒരു ചോദ്യം വരും, മരണത്തെ എങ്ങനെയാണ് അപ്പൊ പോസിറ്റീവായിട്ട് കാണുക എന്ന് ഒരു ചോദ്യം വരാം. അതിനും കൂടെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് മരിക്കുമ്പോ നമ്മള് കരയും, പക്ഷെ ജീവിക്കുമ്പോ അവരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടത് ജീവിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് ആലോചിക്കല്ലേ വേണ്ടത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് ഒരാൾ പൂജക്ക് വേണ്ടിയിട്ട് കുറെ സമയം ചെലവഴിക്കുന്നു. ആ രാവിലെ എഴുന്നേറ്റുള്ള അച്ഛനും അമ്മയും ചിലപ്പോൾ കാപ്പി ചോദിച്ചാൽ കൊടുക്കില്ല, ഞാൻ പൂജക്ക് പോയിരിക്കാം, അല്ല അമ്പലത്തിൽ പോകാൻ പറയും. ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നോക്കാൻ സമയമില്ലാണ്ട് അമ്പലത്തിൽ പോയിട്ട് എന്ത് പൂജ ചെയ്തിട്ട് എന്താ കാര്യം? അതായത് നമ്മള് മരണം മോൺ ചെയ്യുക, മരണത്തിനെ കുറിച്ച് വിലപിക്കുന്നേക്കാളും സെലിബ്രേറ്റിംഗ് ദ ലൈഫ്, അല്ലെ, ബന്ധങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മള് അമേരിക്കയിൽ നിന്ന് വരികയാണ്, അല്ലെങ്കിൽ പിന്നെ ഗൾഫിൽ നിന്ന് വരികയാണ്. ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഗുരുവായൂർ പോകും. ഈ പാവ അച്ഛനും അമ്മയും ഇവരെ കാണാൻ വേണ്ടിയിട്ട് 6 മാസം 1 കൊല്ലമായി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ സമയം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നേരെ ഗുരുവായൂരിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ഊട്ടിക്ക് പോകും. ആ സമയത്തും ഈ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കും. ആലോചിച്ച് നോക്കുക, അവര് ഇത്രയും കാലം കാത്തിരിക്കുന്നത്. അപ്പൊ അവര് മരിച്ചു കഴിയുമ്പോൾ എന്തിനാ നിങ്ങൾ കരയണേ? അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? ആ വ്യക്തി ഉള്ള കാലത്ത് അവരോടുള്ള കൂടെ ചെലവഴിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അധം ചൈന നിത്യജാതം, സ്ഥിരമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ അച്ഛനും അമ്മയായിട്ട് നാളെ വരില്ല. അതുകൊണ്ട് ആ ഉള്ള സമയം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിട്ടോ നിങ്ങളുടെ അടുത്ത മക്കളുടെ ഭാര്യമാരുടെ അവരെ ആയിട്ടോ ഒക്കെ വരാം അച്ഛനും അമ്മയൊക്കെ. നിത്യവും മരിക്കുന്നവരാണ്. പക്ഷെ അതുകൊണ്ട് അത് കരുതിയിരിക്കുക നമ്മൾ. ദേ വിൽ കം ബാക്ക് ടു അസ് ഇൻ എ ഡിഫറെന്റ് ഫോം, ഇൻ എ ഡിഫറെന്റ് സ്റ്റൈൽ. വേറൊരു രൂപത്തിൽ, വേറൊരു ഭാവത്തിൽ നമ്മുടെ കൂടെ ഇനിയും ഉണ്ടാവാം. അതുകൊണ്ട് നിത്യം വാ മാന്യസേ മൃതം എന്നാണ്. നിത്യവും മരിക്കുന്നതായി നമ്മൾ കരുതിക്കൊണ്ടിരിക്കുക. മൃതമായി നിത്യവും മരിച്ചുകൊണ്ടേയിരിക്കുന്നു കരുതിക്കൊണ്ടിരുന്നാൽ മതി. അപ്പൊ പിന്നെ അത് സ്വഭാവമായിട്ട് മാറും. ഈ മരണം ഉണ്ട് എന്ന് കരുതാത്തപ്പോഴാണ് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ഷോക്കാവുന്നത്. നമ്മളൊക്കെ എപ്പോഴേ റെഡിയാണ്, ടിപ്പ് എന്ന് പറഞ്ഞ് പോയാൽ സന്തോഷം നേരിക്കും. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ചിലർ പറയാറുണ്ട്, എങ്ങനെ ഉണ്ടോ ജീവിതം, ഇങ്ങനെ പോണു. ഞാൻ എന്തിനാ ഇങ്ങനെ പോണു, നിർത്തിക്കൂടെ വേഗം ചോദിക്കും. അതായത് എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, പക്ഷെ ആർക്കും മരിക്കാൻ വയ്യ, ആർക്കും മരിക്കാൻ തയ്യാറുമാണ്. ഇപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞാലോ അത് പറ്റില്ല. അതുകൊണ്ട് തഥാപി ത്വം മഹാബാഹോ, നീ കരുതിയിരുന്നാ മതി. എന്താ കരുതിയിരിക്കേണ്ടത്? ഏത് നിമിഷവും മരിക്കാൻ തയ്യാറാണെന്ന് കരുതിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് അവര് പോവും, ഞാനും പോവും, പിന്നെന്താ പ്രശ്നം? വി ആർ ഇൻ ദ ക്യൂ എന്നാണ് ഞാൻ സാധാരണ പറയാം. ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ പറയും വി ആർ ഇൻ ദ ക്യൂ, ഡസന്റ് മാറ്റർ, റെഡി. അടുത്ത ശ്ലോകവും അതിന് അനുബന്ധമായിട്ട് തന്നെയാണ് അല്ലേ സാർ വരുന്നത്? 27-ാമത്തേത് ഭഗവത്ഗീത. 30 വരെ അങ്ങനെയാ, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. 27. ഇത് കേട്ട് 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 മരണഭയം പോയാൽ മതി. അങ്ങനെയെങ്കിലും മരണഭയം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ജീവിത സ്നേഹമില്ലാത്തവൻ എപ്പോഴാ മരണഭയം ഉണ്ട്. എന്താ കാരണം? ജീവിതത്തോടൊന്നും സ്നേഹമില്ല, എന്നിട്ട് വേണ്ട മരണഭയം ഉണ്ടാവാൻ. വളരെ ശരിയാണ്. ഈ സാഖ്യയോഗം എടുത്തു വെച്ച് കുറെ പ്രാവശ്യം വായിച്ചാൽ തന്നെ മരണഭയം എന്ന് പറയുന്നത് വളരെ മാറിക്കിട്ടുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മള് ജനിക്കുന്നതിനൊപ്പം കൂടെയുള്ളതാണല്ലോ മരണം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ഓരോ സെല്ലുകളും മരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് അല്ല വേണ്ടെന്ന് പറയാം. ശരിക്കും അവസാനം നമ്മൾ മരിക്കുമ്പോൾ കരയാണെങ്കിൽ ഓരോ ബർത്ത്ഡേ വരുമ്പോൾ മരണത്തോട് അടുക്കുകയാണല്ലോ. ട്രാവൽ ഫ്രം ബർത്ത് ടു ഡെത്ത്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ മരണത്തിന്റെ അടുത്തേക്കാണ് സ്റ്റെപ്പ് ഇട്ട് പോകുന്നുള്ള ഒരു ബോധം ഉണ്ടായാൽ മതി. ഇനി മരണം ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? എന്ത് രസകരമായിട്ട കാലം ഇല്ലാത്ത കാലം എന്ന് പറഞ്ഞിട്ട് കവിത എഴുതിക്കുന്നത്. മുത്തച്ഛൻ മുത്തശ്ശനിരിക്കുന്നു, മുത്തശ്ശൻ അവനുടെ മുത്തശ്ശൻ മരിച്ചില്ല. എന്ത് രസകരമായ കവിത അത്. അങ്ങനെ ഒരു കാലം ഉണ്ടായ എന്ത് കഷ്ടാന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ നടക്കാൻ സ്ഥലം, എല്ലും തോലുമായിട്ട് ഒരു ക്ലൈമാക്സ് ഇല്ലെങ്കിൽ ലൈഫിന് എന്താണ് അർത്ഥം അല്ലേ സാർ? ഒരു പൂർണ്ണത വേണ്ടേ? മരണം എന്ന് പറയുന്ന ഒരു പൂർണ്ണതയാണ് അല്ലെ? ഒരു ജീവിതം ജീവിച്ചതിന്റെ. അതെ അതെ. അത് നമ്മള് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത്
ജീവിച്ചിരിക്കുന്ന സമയത്ത് ചത്തതുപോലെ ജീവിക്കരുത്. ജീവിക്കരുത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് യുവർ ആബ്സെൻസ് വിൽ ബി ഫെൽറ്റ് ഇഫ് യുവർ പ്രസൻസ് ക്യാൻ ബി ഷോൺ എന്നാണ്. ഇഫ് യു ആർ നോട്ട് ഷോയിങ് യുവർ പ്രസൻസ്, ആബ്സെൻസ് വരുന്ന സമയത്ത് കഴിയുന്നതിന് എന്താ അർത്ഥം? കേരളത്തിന്റെ പകുതി ജനങ്ങളും ഞാൻ പറയാറുണ്ട് പലപ്പോഴും, പത്രം നോക്കിയിരിക്കും രാവിലെ. എന്തിനാ വെച്ചാൽ മരണ വാർത്തയിൽ കോളത്തിൽ എന്റെ പടം ഉണ്ടോ നോക്കാനാണ്. അതില്ല എന്ന് അറിഞ്ഞാൽ ചത്തില്ല എന്ന് ഉറപ്പുവരുത്തും. കാരണം ആകെ മരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജീവനൊന്നുമില്ല, ജീവച്ഛവം എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ഇങ്ങനെ പത്രം നോക്കും, ഓഹ് എന്റെ പടം ഇല്ലല്ലോ, ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് നോക്കും ബന്ധുക്കളുടെ ആരെങ്കിലും പോയിട്ടുണ്ടോ, എനിക്ക് അറിയുന്നവരുണ്ട്, അവരൊക്കെ പോയി രക്ഷപ്പെട്ടു, ഞാൻ പോയില്ലല്ലോ. എന്താ കാര്യം ഇങ്ങനെ നോക്കി ചെയ്തിട്ട്? അപ്പൊ അതുകൊണ്ട് അഡ്വർടൈസ് അല്ല വേണ്ട, മരണം കഴിഞ്ഞിട്ട് അഡ്വർടൈസ് അല്ല വേണ്ടത്. ജീവിക്കുമ്പോ നമ്മൾ വി മേക്ക് ഇംപ്രഷൻസ് ആൻഡ് മാർക്സ് ഓൺ ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര ആൾക്കാരുടെ മനസ്സിൽ നമ്മൾ കടന്നുകൂടുന്നു, അവരൊക്കെ നമ്മളെ കുറിച്ച് നല്ലത് ആലോചിക്കുന്നു. അതാണ് നമ്മുടെ ജന്മത്തിന്റെ ദൈർഘ്യം, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം. ദാറ്റ്സ് എ ബാങ്ക് ബാലൻസ് വിച്ച് ഐ ഗിവ്. ഞാനിപ്പോ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ ഞാനൊരു അക്കൗണ്ട് തുറക്കുകയാണ്. ഐ ആം ഓപ്പണിംഗ് എ ലവ് അക്കൗണ്ട്. അത് എനിക്ക് ആരുടെയെങ്കിലും റെഫറൻസിലാണ് ആ അക്കൗണ്ട് തുറക്കുക. ആ റെഫറൻസിൽ ഇപ്പൊ ബിന്ദു പറഞ്ഞിട്ടാണ് ഞാൻ ലക്ഷ്മിയെ പരിചയപ്പെട്ടത്. അപ്പൊ ബിന്ദു ആണ് എന്നെ റെഫർ ചെയ്യുന്നത്. നമ്മൾ ഏത് പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് വി നീഡ് എ റെഫറൽ. ആ റെഫറൽ ഉപയോഗിച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് എ അക്കൗണ്ട് വിത്ത് യു, എ കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഐ ക്യാൻ റെഫർ സംബഡി എൽസ് ആൻഡ് ഓർ ആസ്ക് ഗോ ആൻഡ് അപ്രോച്ച് ബിന്ദു, യു വിൽ ഗെറ്റ് സം ഹെൽപ്പ്. അപ്പൊ ഐ ആം ടേക്കിംഗ് എൻ ഓവർ ഡ്രാഫ്റ്റ്. ആ ഓവർ ഡ്രാഫ്റ്റിൽ എപ്പോഴാണ് സഹായം വരിക? ഓൺലി വെൻ എനിക്ക് തിരിച്ചടക്കാൻ കഴിവുണ്ടെന്ന് അറിയുമ്പോഴേ ബാങ്ക് ഡ്രാഫ്റ്റ് പിന്നെ ഓവർ ഡ്രാഫ്റ്റ് സമ്മതിക്കുള്ളൂ. അപ്പൊ ബിന്ദു വിൽ അസസ്, ഓ ഈ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ തിരിച്ചടക്കുവോ, ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിവുള്ള ആളാണോ. അതല്ലാത്തവരെ നമ്മൾ വി ഡോണ്ട് ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി. ഇതാണ് റിലേഷൻഷിപ്പ്. അപ്പൊ എന്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് പറഞ്ഞ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുള്ളത്, ലൈഫ് ഈസ് എ ബാങ്ക് അക്കൗണ്ട്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞാൽ വി ക്യാൻ ഓൾവേസ് ബിക്കം റിച്ചർ ആൻഡ് റിച്ചർ ഇൻ അവർ ലൈഫ്. കുറേ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പേയ്മെന്റ് വരാണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കഥം. ആരൊക്കെയാണോ റെഫർ ചെയ്തത് അവരൊക്കെ പെനാൽറ്റി അടക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ ആ ഗതിയിൽ വരാതെ ജീവിക്കുന്ന സമയത്ത് നിശ്ചിതമാണ് നമ്മുടെ മരണം. ജന്മം നിശ്ചിതമാണോ? മരണം സുനിശ്ചിതമാണ്. ജന്മം നിശ്ചിതമാണ്, പക്ഷെ മരണം സുനിശ്ചിതമാണ്. അതിൽ ഇടയിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. ആ കർമ്മത്തെ നല്ലപോലെ ബലപ്പെടുത്തണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് കർമ്മം ബലപ്പെടുത്തുന്നവന് ഒരിക്കലും ദുഃഖമില്ല. കർമ്മം ബലപ്പെടുത്താത്തവനാണ് ദുഃഖിക്കേണ്ടതും, അവനാണ് ഭീരുവും. അതുകൊണ്ട് ഭീരുവായിട്ട് ജീവിക്കരുത്, നന്നായിട്ട് ജീവിക്കുക. മരണം വരട്ടെ, വരുമ്പോ എടുക്കാം. അടുത്ത ശ്ലോകം 27-ാമത്തതാണ് സാർ. സാഖ്യയോഗത്തിലെ 2-ാം അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകമാണ്. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. അഗൈൻ തത്വം. 4-ാമത്തെ ലൈൻ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പാണ്, ആ വരുന്ന സമയത്ത് ഓർക്കും, എന്നെങ്കിലും ഓർക്കും. എന്നെ ഓർക്കുമ്പോ ദുഃഖമില്ലാണ്ടിരുന്നാലും മതി. ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാനാണ് പറഞ്ഞു കേട്ടോ, നമ്മളല്ല. ഭഗവാന് നത്വം ശോചിതുമർഹസി, നീ ദുഃഖിക്കാൻ അർഹനല്ല. എന്തിനെ കുറിച്ചാ ദുഃഖിക്കണമെന്നാണ് ചോദിക്കണത് ഭഗവാൻ ഇവിടെ. എന്തിനെ കുറിച്ചാ ദുഃഖിക്കണത്? എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിൽ, ദുഃഖിക്കരുത് ദുഃഖിക്കരുത് ദുഃഖിക്കരുത്. എന്നിട്ടും ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഓ ഭഗവാനെ ആർത്തോ ജിജ്ഞാസുരർത്താത്തി. അതുകൊണ്ടാണ് ഭഗവാൻ പിന്നെ പറഞ്ഞത്, ഈ ദുഃഖിച്ച് കാണുന്ന ഒരാളെ എനിക്ക് ഇഷ്ടമല്ല, സന്തോഷിക്കുന്നവരെ ഇഷ്ടമുള്ളൂ. എന്നിട്ടും ഭഗവാന്റെ അടുത്ത് പോയിട്ട് കരയുന്ന ആൾക്കാരാണ് പലരും. അതൊക്കെ ഗാന്ധാരി ഗ്രൂപ്പാണ്. ഗാന്ധാരിയാണ് കരച്ചിൽ വരുമ്പോൾ മാത്രം ഭഗവാനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞു. ഭഗവാന്റെ അടുത്ത് സന്തോഷിച്ചിട്ടാ പോണ്ടത്. എന്ത് ഇഷ്ടമാണ് ഭഗവാന്. സന്തോഷിക്കുന്നവരെയും ആസ്വദിക്കുന്നവരെയും ചിരിക്കുന്നവരെയും ആടുന്നവരെയും കളിക്കുന്നവരെയും ഡാൻസ് ചെയ്യുന്നവരെയൊക്കെ അല്ലേ ഭഗവാൻ ഇഷ്ടം. അവരുടെ കൂടെയല്ലേ ഇരിക്കുക. അല്ലാണ്ട് ഭഗവാൻ ഏതെങ്കിലും പടത്തിലുണ്ടോ കുറെ കരയുന്നവരുടെ കൂടെ ഇരുന്ന് കരയുന്ന കണ്ടിട്ടുണ്ടോ? സർ, അതായത് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു വ്യക്തി വന്നിരുന്ന് വെറുതെ വിലാപിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ എത്ര ഒരു അസ്വാരസ്യമാണ് ഉണ്ടാവുക. അതുപോലെ സ്വഭാവമാണ്, ചിലരുടെ സ്വഭാവമാണ്. ആ സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയുണ്ടോ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എന്തായിരുന്നു പനി എന്നാ പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്, അല്ല മിഞ്ഞാന്ന് വല്ലാണ്ട് വയറുവേദനയായിരുന്നു എന്ന്. ഇന്ന് സുഖമുണ്ടെന്നുള്ളൊരു വാക്ക് വരില്ല. എന്ന്
എന്തിനാ ഇങ്ങനെ നെഗറ്റിവിറ്റി? ഇത് കേൾക്കുന്ന ഭഗവാൻ ഇയാൾക്ക് എന്താ കൊടുക്കുക? സ്ഥിരമായിട്ട് അസുഖമേ കൊടുക്കുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് ജാതസ്യ ഹി ധ്രുവ മൃത്യുർ, ജനിക്കുന്ന ഓരോരു വ്യക്തിക്കും മരണം നിശ്ചയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജനനം നിശ്ചയമാണ്, പക്ഷെ അടുത്തതാണ് ഏറ്റവും നല്ല. ധ്രുവം ജന്മ മൃതസ്യച, ഉറപ്പായിട്ടും സുനിശ്ചിതമായിട്ടുള്ളതാണ് മരണം എന്ന് പറയണം. വേണമെങ്കിൽ ജന്മം നിശ്ചിതമാണെങ്കിൽ മരണം സുനിശ്ചിതമാണ്, ഉറപ്പായിട്ടും മരിക്കും. ഓക്കെ, അതിനാൽ എന്ത് ചെയ്യരുത്? തസ്മാത്, അതിനാൽ എന്താണ് പരിഹാരം? പരിഹാരസ്യ അർത്ഥേ, അതിന്റെ പരിഹാരമായിട്ട് നീ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ പരിഹാരം എന്താന്നല്ലേ തേടിക്കൊണ്ടിരിക്കണേ? ആ പരിഹാരം ആണ് നത്വം ശോചിതും അർഹസി, ദുഃഖിക്കരുത് എന്നുള്ളതാണ് ഇതിന് പരിഹാരം. എന്ത് രസകരമായിട്ടാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല വേദനയുണ്ട്, എന്താണ് അതിന് പരിഹാരം? വേദന ഇല്ല നിങ്ങൾ വിചാരിക്കുക. നല്ല തണുപ്പുണ്ട്, തണുപ്പ് ഉണ്ട്, തണുപ്പില്ല നിങ്ങൾ വിചാരിക്കുക. രമണ മഹർഷി എങ്ങനെ പറയാ? നല്ല ചൂടുണ്ട്, ചൂടില്ല നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ വിചാരിച്ച പിന്നെ ചൂടില്ല. ഫീലിംഗ് കോൾഡ്, ഫീലിംഗ്, അങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഫീലിംഗ് കോൾഡ്, സേ നോ, ഇറ്റ് ഈസ് നോട്ട് ദർ. ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. ആ പറയാനുള്ള കഴിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വളരെ വ്യക്തമായിട്ട് ആ ശ്ലോകം മനസ്സിലാക്കിച്ചു. എല്ലാ ശ്ലോകങ്ങളിലും ഭഗവാൻ എടുത്തെടുത്ത് പറയുന്നത് ദുഃഖിക്കരുത്, ദുഃഖിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അതാണ് എത്ര പ്രാവശ്യം ദുഃഖിക്കരുത്. ഭഗവത്ഗീത ഒരു പ്രാവശ്യം 700 വെച്ചിട്ട് എത്ര പ്രാവശ്യം ഭഗവാൻ ദുഃഖിക്കരുത്. എന്നിട്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരെ എന്താ പറയേണ്ടത്? അനുസരണശീലമില്ലാത്ത വ്യക്തികൾ, നശിച്ചു പോട്ടെ എന്ന്. ഇത്രയൊക്കെ പറയുന്നിട്ട് മനസ്സിലാവാത്ത ഒരാള്, പാവകൃഷ്ണൻ, ഇവിടെയൊക്കെ വേദനിച്ചിട്ടുണ്ടാവും ഭാഗത്ത്. ദുഃഖിക്കരുതെന്ന് പറഞ്ഞു. അടുത്തത് 28ാമത്തെ ശ്ലോകം. 28ാമത്തെ ശ്ലോകം. 29 നല്ലതാണെങ്കിൽ 28 നല്ലതാണ്, 27 അതിനേക്കാളും നല്ലതാണ്. ഭഗവത്ഗീത 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 28ാമത്തെ ശ്ലോകമാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരതഃ അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. പിന്നെ അതാണ് പരിദേവനം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം തന്നെയാണ്. തത്ര കാ പരിദേവന, എന്തിനാ നീ ദുഃഖിക്കണതായിരിക്കും. ഇവിടെ അതേ വാക്ക് ഉപയോഗിക്കാണ്. നിങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാണ്, കുറച്ച് പര്യായം കൂടി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാ പരിദേവനം? എന്തിനാ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കണേ? പരിദേവനം ദുഃഖമല്ല, പരാതിയാണ്. അത് ദുഃഖം കൊണ്ടുള്ള പരാതിയാണ്. ദുഃഖം കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെ പരിദേവനം? ദുഃഖിച്ചിട്ട് ഇങ്ങനെ, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, എനിക്ക് അസുഖാണ്, എനിക്ക് അസുഖാണ്, എനിക്ക് അസുഖാണ്, എനിക്ക് എന്തിനായി പരിദേവനം? ആ സുഖം നല്ലേ? സുഖം ഇല്ലായ്മ എന്ന് പറയുന്ന മനസ്സിനല്ലേ, ശരീരത്തിനല്ലല്ലോ. അപ്പൊ സുഖാണെന്ന് പറഞ്ഞു. ആ പരിദേവനം വേണ്ട. എന്താണ് കാരണം? അവ്യക്താനീതി ദീനി ഭൂതാനി, ജീവികള് എപ്പോഴാണ്, എങ്ങനെയാണ് ജനിക്കുന്നത്, ഈ ജന്മം എങ്ങനെയാ കിട്ടുന്നതെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എങ്ങനെയോ അങ്ങോട്ട് ജനിച്ചു പോയതാ. ബൈ ആക്സിഡന്റ് ആണ് എല്ലാവരും ജനിക്കുന്നത്, ഞാൻ പറയാം. അങ്ങനെ വ്യക്തമദ്യാനി ഭാരത, ഇതാണ് ജനനത്തിന് ശേഷം നമ്മൾ ജീവിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ബാക്കി ജനനത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം ഉണ്ടല്ലോ, അതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു സംഭവം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഈ അറിയാത്ത ജന്മത്തെക്കുറിച്ചാണോ, അറിയാത്ത മരണത്തെക്കുറിച്ചാണോ ആലോചിക്കേണ്ടത്? അല്ല, അറിയുന്ന, എനിക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ആക്സിഡന്റൽ അല്ലാത്ത പ്ലാനോടുകൂടി എന്റെ ജന്മം കൊണ്ടുപോവുകയാണോ ഞാൻ വേണ്ടതെന്നാണ് ചോദ്യം. വ്യക്തമല്ലാതെ നമ്മൾ മരിക്കുന്നു. അവ്യക്താനി, ജനനം അവ്യക്താനിയാണ്. ജനിക്കുന്നതിന് മുമ്പ് അല്ലേ സാർ? ജനിക്കുന്നതിന് മുമ്പും അവ്യക്തമായിരുന്നു. മൂന്നാമത്തെ ലൈൻ എന്താണ്? അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത. മിഡിലിൽ മാത്രമാണ് നമ്മൾ വ്യക്തമായിരിക്കുന്നത്, അല്ലെ? അല്ല, മൂന്നാമത്തെ ലൈൻ എന്താണ്? അവ്യക്ത നിധനാനൈവ തത്ര കാ പരിദേവന. കിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അവ്യക്ത നിധനാന്യൈവ, മരണം എന്ന് പറയുന്നതും എനിക്ക് വ്യക്തമല്ല. മരണവും വ്യക്തമല്ല, ജനനവും വ്യക്തമല്ല. അതിനിടയിലുള്ള കർമ്മം മാത്രം വ്യക്തമായിരിക്കുന്ന സമയത്ത് അതിലല്ലേ മോനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ടത്? എന്തിനാ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പരിദേവനം? ആലോചിച്ച് നോക്കൂ, എന്ത് രസകരമായിട്ടാ ഭഗവാൻ പറയുന്നത്. ഇത്രയും പ്രാവശ്യം വേദനിക്കരുത്, വിഷമിക്കരുത്,
ഞാൻ സത്യം പറഞ്ഞ പണ്ട് 2-3 പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ പോലും ഞാൻ ഈ വാക്ക് ഇത്ര കൃത്യമായിട്ട് ഞാൻ പോലും ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ആ ശ്രദ്ധ കുറച്ചും കൂടി വരുന്നത്. ഇപ്പൊ 29 പ്രത്യേകിച്ചും സാർ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൗൺസിലിങ്ങിന് എത്തുന്നവരോട് ഏറ്റവും അധികം പറയേണ്ടി വരുന്നതും ഈ ഒരു പോയിന്റ് ആയിരിക്കും അല്ലെ സാർ? അതൊന്നുമല്ല, കൗൺസിലിങ്ങിന് എത്തുന്നവരോടൊക്കെ ഞാൻ പറയാറുള്ളത് ആദ്യം തന്നെ പോയി ചത്തോളാണ് പറയും. ആരെങ്കിലും വന്നിട്ട് എന്നോട് പറയും വല്ലാത്ത പ്രശ്നമാണ്, ഭർത്താവിനെ കൊണ്ട് പ്രശ്നമാണ്, ഭാര്യനെ കൊണ്ട് പ്രശ്നമാണ്, അമ്മയെ കൊണ്ട് പ്രശ്നമാണ്, മക്കളെ കൊണ്ട് പ്രശ്നമാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നാ ചത്തൂടെ എനിക്ക്. അതെങ്ങനെ പറയാ? അപ്പൊ അവരെന്നോട് അപ്പൊ വേണ്ട അല്ലേ, ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലേ, അപ്പൊ എങ്ങനെ ജീവിക്കണം? സന്തോഷത്തോടു കൂടിക്കണോ അല്ല ദുഃഖത്തോടു കൂടി ജീവിക്കണം? ദുഃഖത്തോട് ജീവിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സന്തോഷത്തോടു കൂടി എന്തൊക്കെയാണ് എഴുതാൻ പറയും. ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് 2 കോളത്തിൽ എന്താണ് നിങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുക, എന്താണ് അവൻ എഴുതി തീരുമ്പോ തന്നെ തീരുമാനിക്കും ഇന്നതൊക്കെ ചെയ്താൽ രക്ഷപ്പെടും. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയാകുമ്പോഴത്തേക്കും 3 മണിയായി പോയപ്പോ ഭക്ഷണം എന്തായാലും വേണ്ട പറഞ്ഞു, കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭക്ഷണം ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാ. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് എക്സ്റ്റേണൽ ആവുക. ഇന്റേണലി ഇറ്റ് ഷുഡ് കം ഫ്രം പീപ്പിൾ. അപ്പോഴേ നിർബന്ധമായിട്ടില്ല. ഇപ്പൊ നാളെയുണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും ആരെങ്കിലും. MBA പാസ്സായാലും രക്ഷയില്ല, രണ്ടാക്കും പ്രശ്നങ്ങളാണ്. ഞാൻ സാധാരണ ചോദിക്കാറുണ്ട്, മാരേജ് കഴിഞ്ഞവരൊക്കെ കൈപൊക്കാൻ പറയും, നിങ്ങൾ ഹാപ്പിയാണോ ചോദിക്കും, അല്ലാതെ പറയും. കഴിക്കാത്തവർ കൈപൊക്കാൻ പറയും, നിങ്ങൾ ഹാപ്പിയാണോ, അല്ല. അപ്പൊ മാരേജ് ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ല. നമ്മളെ സാറിന് മലയാളത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞു എന്നാണല്ലോ പറയാ, ഇല്ലേ? ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ ഇല്ലയോ? കഴിഞ്ഞു അല്ലെ? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മംഗളം, സന്തോഷം എന്നാ അർത്ഥം. അപ്പൊ മംഗളം കഴിഞ്ഞു, സന്തോഷം കഴിഞ്ഞു എന്നാ പറയുന്നത്. സന്തോഷം കഴിഞ്ഞു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്താ പറയാ? എന്തുകൊണ്ടാണ് മലയാളികൾക്ക് പ്രശ്നം വിചാരിച്ചാല് അവർക്ക് കൃത്യമായിട്ട് അർത്ഥം അറിയില്ല വാക്കുകളുടെ ഒന്നും. കല്യാണം കഴിഞ്ഞു എന്നാ പറയാ. തമിഴന്മാർ അങ്ങനെ പറയാ, ഞാൻ കല്യാണത്തിൽ ഇരിക്കരുത് എന്നാ പറയാ. മാരേജ് കഴിഞ്ഞു എന്ന് പറയാം, വിവാഹം കഴിഞ്ഞു എന്ന് പറയാം, പക്ഷെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല. സാർ അവിടെ വേറൊരു പോയിന്റ് ആണ് സാർ ഇപ്പൊ സൂചിപ്പിച്ചത്. അതായത് വാക്കുകളുടെ റൂട്ട് എറ്റിമോളജി, അതിന്റെ വേരുകളുടെ അർത്ഥത്തിലോട്ട് നമ്മൾ പല ഭാഷയിൽ നിന്നും മിക്സ് ചെയ്തിട്ട്. ഞാൻ ഇപ്പൊ പറയാറുണ്ട്, എന്റെ അതിനേക്കാളും തമാശ ഞാൻ പറയാം, ഈ ക്ലാസ് ആകെ ഭഗവത്ഗീത ക്ലാസ് ആകെ ഞാൻ കൊളാക്കാൻ പോവാന്ന്. ഈ ക്ലാസ് കൊളാക്കാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ക്ലാസ് കൊളാക്കാന്ന് പറഞ്ഞാൽ പൊളിയാക്കുക അല്ലെങ്കിൽ മോശമാക്കുക എന്നാണ് അർത്ഥം. ഇന്നത്തെ അർത്ഥത്തില് കുളം ശുദ്ധമാക്കുന്ന സ്ഥലമാണോ അല്ല ശുദ്ധമില്ലാണ്ടാക്കുന്ന സ്ഥലമാണോ? കുളം ശുദ്ധമാക്കുന്ന സ്ഥലമാണ്. അപ്പൊ ക്ലാസ് കൊളാക്കുന്നതല്ലേ നല്ലത്? ഭഗവത്ഗീത നല്ലൊരു കൊളാണ്. ഭഗവത്ഗീത ഡോക്ടർ TPSന്റെ ഭഗവത്ഗീത ക്ലാസ് ശരിക്കും ഒരു കൊളാണ്. അപ്പൊ എന്റെ എല്ലാ ക്ലാസ്സും കൊളാക്കിയിട്ടാ പോവാറ്. ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ചെറുപ്പമുള്ള ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, നീ ചെറ്റയാണല്ലേ നീ? ഇപ്പൊ മലയാളം ക്ലാസ്സിലൊക്കെ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ചെറ്റാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും, വലിയ പ്രശ്നമാവും ചില സ്ഥലത്തൊക്കെ. അപ്പൊ ഞാൻ ഒരു കുട്ടിയെ ചെറ്റാന്ന് വിളിച്ചു. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ പറ്റിയതാണ്, ചെറ്റാന്ന് വിളിച്ചത്. ആ ചെറ്റ അവിടുന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. മാഷ് ചെറ്റാന്ന് വിളിച്ചെന്നെ ഭയങ്കര പ്രശ്നമായി. ഞാൻ ചെറ്റക്കുടിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചെറിയ കുടിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇരിക്കുന്നതിൽ ആരാ ചെറ്റ? ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത് പ്രായം കുറച്ച് പറയുന്ന സമയത്ത്? പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെയാണ് പ്രായം കുറച്ച് പറയുന്ന സമയത്ത് എന്താ ചേട്ടാന്ന് ചോദിക്കല്ലേ വേണ്ടത്. അപ്പൊ ആരെങ്കിലും ചെറ്റാന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? ഉടനെ എന്താ ചേട്ടാന്ന് ചോദിക്കണം. അതാണ് വേണ്ടത്. എന്റെ പേര് തന്നെ ഒരു അബദ്ധമാണ്. TP എന്ന് പറഞ്ഞാൽ തന്നെ തല്ലിപ്പൊളി എന്ന അർത്ഥം. പക്ഷെ പണ്ട് തല്ല് കിട്ടിയിരുന്നു എനിക്ക് കുറെ. ആ തല്ല് കിട്ടിയപ്പോ സമയത്ത് അന്ന് തല്ല് എന്നാണ് പറയാ. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോ തല്ല് എന്നല്ല പറയാ, അടി എന്നാ പറയാ. അപ്പൊ തല്ലിപ്പൊളി എന്തായി മാറി? അടിപൊളിയായി മാറി. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലതും തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ മോശം. ഇങ്ങനൊരു തല്ലിപ്പൊളി ഭാഷ എവിടെയെങ്കിലും ഉണ്ടോ? പര്യായത്തിൽ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മലയാളികൾക്ക് പലപ്പോഴും പറയുമ്പോൾ നമ്മൾ വാക്കുകൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ മലയാളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കുറെ കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷനും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംഭാഷണങ്ങളിൽ പോലും പലപ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പൊ താൻ എന്ന് വിളിക്കുന്നത്
കണ്ണൂർ ഭാഗത്ത് താൻ എന്ന് വിളിക്കുന്നത് നിന്ദയാണ്. അതേസമയത്ത് പാലക്കാട് താൻ എന്ന് വിളിക്കുന്നത് വളരെ സുലഭമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇയാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ വ്യത്യസ്തമായിട്ട് കുറെ ദൂരെയുള്ള ആളെ വിളിക്കുക. അടുപ്പുള്ള ഒരാളെ ഇയാളെന്ന് പറയാറില്ല. ഞാൻ നീ എന്ന് വിളിച്ചാൽ ധൈര്യത്തില് അത് ബന്ധുവാണെന്ന് അർത്ഥം. അടുത്ത ബന്ധുക്കളെയാണ് നീ എന്ന് വിളിക്കുക. പക്ഷെ തൃശ്ശൂർ കടന്ന നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് നിന്ദയാണ്. താങ്കൾ, അയാൾ, അവർ എന്നൊക്കെ പറയാവുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് നമ്മൾ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള അടുപ്പം വേണം, അവരറിയണം എന്നൊക്കെ പറയുന്നത്? അത് ഇതുകൊണ്ടാണ്. അതില്ലാതിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാല് ഭാഷകളുടെ വ്യത്യാസം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ പലപ്പോഴും ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് നമ്മുടെ കൾച്ചറാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ സംസ്കാരമാണ്. ഒരു നിലയുണ്ട്. ആ നിലയിൽ നിന്ന് താഴത്തേക്കും മുകളിലത്തേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വ്യത്യസ്തം. ഇതൊക്കെ ബാധകമാണ് ജീവിതത്തിൽ. ഒരു ഭഗവത്ഗീതയ്ക്കൊപ്പം സാർ ഇപ്പൊ പറഞ്ഞു തന്നത് വലിയൊരു പോയിന്റ് ആണ്. അതായത് ഓരോ വാക്കുകൾക്കും ഉള്ള അർത്ഥത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അത് പ്രയോഗിക്കുമ്പം ശ്രദ്ധിക്കും അല്ലെ. അത് ദേശകാലങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പലപ്പോഴും സാറ് ചിലപ്പോ പരിചിതമായിരിക്കും. സൈക്കോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ നിന്ന് വിവാഹം കഴിക്കുന്നവർ തമ്മിൽ അവര് പലപ്പോഴും ഉയർത്തുന്ന ഒരു പ്രശ്നം അതാണ്. എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പം ആ വൈഫ് പറയും, അല്ല അത് ഞങ്ങളുടെ നാട്ടിൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത് വളരെ ഇൻസൾട്ട് ആയിട്ട് തോന്നും. ഭർത്താവിന് അതൊരു ഇൻസൾട്ട് ആയിട്ട്, ഇല്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത് ഈ അർത്ഥത്തിലാണ് എന്ന് പറയുന്ന അനുഭവങ്ങൾ സാറിനും ഉണ്ടായിരിക്കും. കൗൺസിലർ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ അത് നിരന്തരം നേരിടുന്ന ഒരു കാര്യമാണ്. സത്യമാണ്, അത് വളരെ വലിയൊരു പോയിന്റ് ആണ്. പ്രത്യേകിച്ചും ഈ കല്യാണം കഴിഞ്ഞു എന്നുള്ള വേർഡ് എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ചേർത്ത് ആരും മറക്കില്ല. അത്ര മനോഹരമായിട്ടാണ് സാർ. ഒരിക്കലും കല്യാണം കഴിഞ്ഞു എന്ന് പറയരുത്, കല്യാണത്തിൽ ഇരിക്കുകയാണ് എന്ന് പറയണം. കല്യാണത്തിൽ ഇരിക്കരുത്. വളരെ വലിയൊരു പോയിന്റ് ആണ് സർ. സർ അടുത്ത ശ്ലോകം 29 ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ സാഖ്യയോഗത്തിലെ 29-ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദീനം ആശ്ചര്യവദ്വദതി തദൈവ ചാന്യ ആശ്ചര്യവശ്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. നമ്മൾ ഈ ആത്മാവിനെയും ജീവനെയൊക്കെ ആശ്ചര്യത്തോടു കൂടിയാണ് കാണാറ്. എങ്ങനെയാ കാണുക? ഓ കുട്ടി പറന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആശ്ചര്യമാണ്. അങ്ങനെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോഴും ആശ്ചര്യമാണ്. അല്ല, ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആശ്ചര്യം എന്താണെന്നറിയോ? യക്ഷപ്രശ്നത്തില് ധർമ്മപുത്രരോട് യക്ഷൻ ചോദിക്കുന്നുണ്ട്. അത് കുറെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങള് പാണ്ഡവന്മാരുടെ 4 ബ്രദേഴ്സും വെള്ളം പിടിക്കാൻ പോയിട്ട് അവരൊക്കെ യക്ഷൻ പിടിച്ച് മുക്കിക്കൊന്ന് അവസാനം ധർമ്മപുത്രർ വരുന്ന സമയത്ത് ഈ 4 ബ്രദേഴ്സിനെയും ഞാൻ രക്ഷിക്കാം, പക്ഷെ എന്റെ ചോദ്യത്തിൽ ഉത്തരം പറയണം എന്നാണ് ഗ്യാരണ്ടി. ആ ചോദ്യങ്ങള് വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ്. ആദ്യം ചോദിക്കുന്നത്, നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്നാണ്. ധർമ്മപുത്രരോട് ചോദിക്കുകയാണ് യക്ഷൻ, എന്താ ഇപ്പൊ ആലോചിക്കണമെന്ന്. 4 ബ്രദേഴ്സും മരിച്ച് 5-ാമത്തെ ബ്രദർ വെള്ളം പിടിക്കാൻ പോകുന്ന സമയത്ത് ഈ 4 ബ്രദേഴ്സിനും രക്ഷിക്കാം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുന്ന സമയത്ത് ഏത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും ആലോചിക്കുക, ഇയാൾ എന്ത് കുതന്ത്രാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാ ചോദിക്കാൻ പോകുന്നത്. അത്തരം ആ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ആലോചിക്കുക. പക്ഷെ ധർമ്മപുത്രർ അതല്ല ചോദിച്ചത്. ഈ പ്രപഞ്ചം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഗ്രഹങ്ങൾ എങ്ങനെയാണ്, നക്ഷത്രങ്ങൾ എങ്ങനെയാണ്, സൂര്യന് ചുറ്റും എങ്ങനെയാണ് ഗ്രഹങ്ങൾ പോകുന്നത്, കോസ്മോളജി പഠിക്കണം എന്നാണ്. കോസ്മോളജിയുടെ ഒരു ക്ലാസ്സാണ് ചോദിക്കുന്നത്. ആലോചിച്ചു നോക്കുക, എന്താണ് ഇപ്പൊ ആലോചിക്കുന്നത് എന്നുള്ള സമയത്ത് ഞാൻ ഫിസിക്സ് ആണ് ആലോചിക്കുന്നത് എന്ന് പറയുമാരെങ്കിലും. വീട്ടിലെല്ലാവരും മരിക്കുന്ന സമയത്ത് അങ്ങനെ ആലോചിക്കാൻ പറ്റും? അത് മരണം വളരെ സ്വാഭാവികമാണെന്ന്. അതുകൊണ്ടാണ് ധർമ്മപുത്രർക്ക് പിന്നെ കൃഷ്ണൻ ക്ലാസ് കൊടുക്കാണ്ടിരുന്നത്. ധർമ്മപുത്രർക്ക് ഒരു പ്രശ്നമില്ലല്ലോ, ധർമ്മപുത്രരാണ്, പൂർണ്ണമായിട്ടും ധർമ്മം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. കൃത്യമായിട്ട് അറിയാം. അത് യക്ഷപ്രശ്നത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അറിയാത്ത ആളാണ് അർജുനൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ആത്മാവിനെ എങ്ങനെ കണ്ടെത്തണം നമ്മൾ വളരെ വലിയ ലെവലില്, വളരെ വ്യത്യസ്തമായ ലെവലില്, ആരംഭവും അവസാനവും ഇല്ലാത്തൊരവസ്ഥയിൽ കാണുന്ന സമയത്ത് അതിൽ ആശ്ചര്യം വേണ്ട. കാരണം ഇത് ട്രാൻസ്ഫർ മാത്രമാണ്. ഈ ഫാൻ ഇടുന്ന സമയത്ത് ഫാൻ കറങ്ങുന്ന സമയത്ത്, ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി പോയിട്ട് ഫാൻ കറക്കുന്നു, അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റ് ഇടുന്ന സമയത്ത് ട്യൂബ് ലൈറ്റ് കത്തുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ആശ്ചര്യമാണ് നമ്മൾ പറയാറില്ലല്ലോ.
അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതുപോലെ ഒരു ശരീരത്തിൽ ഒരു ജീവൻ പ്രകാശിച്ചിട്ട് ആ ജീവൻ നൽകുമ്പോൾ ഒരു ചൈതന്യം കിട്ടുന്ന സമയത്ത് എന്തിനാ അത്ര ആശ്ചര്യം? എന്റെ കാര്യമില്ല. ഒരു 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 സർപ്രൈസും അല്ല അത്. വളരെ കാഷ്വൽ ആയിട്ട് നടക്കുന്ന, ഒരു സ്വാഭാവികമായിട്ട് നടക്കുന്ന ജനന മരണ പ്രക്രിയകൾ നമ്മൾ വളരെ നോർമൽ ആയിട്ട് കണ്ടാൽ മതി. അതിനൊരു വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കണ്ട എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം ഞാൻ മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല എന്നൊക്കെയുള്ള അറിവുണ്ടാവുമ്പോൾ, അഹം ബ്രഹ്മാസ്മി എന്ന അറിവുണ്ടാവുന്ന സമയത്ത് ഇത് ആശ്ചര്യമായിട്ട് തോന്നുകയില്ല. ധർമ്മം അറിയാത്തത് കൊണ്ടാണ് ഇതുള്ളത്. പക്ഷെ ആശ്ചര്യം എവിടെയാണ്? ഇതേ ധർമ്മപുത്രരോട് കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം എന്താണ് എന്ന്. അപ്പൊ ആ സമയത്ത് ഈ ജനിക്കുന്നതാണ് ആശ്ചര്യം, മരിക്കുന്നതാണ് ആശ്ചര്യം, എന്റെ ബ്രദേഴ്സ് ഒക്കെ മരിക്കാൻ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ആശ്ചര്യമായിട്ട് തോന്നുന്നതല്ല പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത്, ഓരോരുത്തരായി കാലനൂർക്ക് കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പു എന്ത് ആശ്ചര്യം ഇതിൽ പരന്നാണ്. ഈ മരിക്കാതെ ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് എന്റെ ആശ്ചര്യം. ഈ മരിക്കുന്ന ആള് ഞാൻ മരിക്കുന്ന ഒരാളെ, മരിച്ച ഒരു വ്യക്തിയെ ഞാൻ ശവപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കുന്ന സമയത്ത് ഈ ബാക്കിയുള്ളവരുടെ ഒരു തോന്നലുണ്ടല്ലോ, ഞാൻ ഇവിടെ സ്ഥിരാന്നുള്ള, അതിലാണ് ആശ്ചര്യം. മരണത്തിലല്ല, ജന്മത്തിലല്ല ആശ്ചര്യം. ഞാൻ സ്ഥിരമാണെന്നുള്ള എന്റെ തോന്നലാണ് എനിക്ക് ആശ്ചര്യം. അതില്ലാണ്ടായാൽ തന്നെ നമ്മൾ ധർമ്മപുത്രന്മാരായി. നമ്മൾ എന്തുകൊണ്ട് അധാർമികളാവുന്നു? ഞാൻ ഇവിടെ സ്ഥിരമാണെന്നുള്ളൊരു ധാരണയിലാണ്. ഞാൻ എപ്പോ വേണമെങ്കിലും മരിക്കാം എന്നുള്ളൊരു ധാരണയും, എനിക്ക് മരണം സുനിശ്ചിതമാണെന്ന്, അതാണ് ഇവിടെ ഈ ശ്ലോകത്തിന് ധർമ്മപുത്രൻ കൃത്യമായിട്ട് ഓർക്കണം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ഞാൻ ഇവിടെ അത്ഭുതകരമായിട്ട് തോന്നുന്ന ഒരു സംഭവമല്ല ജനനം, മരണവും അതുപോലെയല്ല. ആശ്ചര്യവദ്യന്തി തഥൈവ ചന്യ. മരണവും ജനനവും ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് ആശ്ചര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി. ഇത് ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ പോലും ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഒരാൾ മരിച്ചു തോന്നും, ആ ശരി, കാറ്റ് പോയി പോട്ടെ, തീപ്പെട്ട് പോയി പോട്ടെ, ചത്തുപോയി പോട്ടെ, കാറ്റടിച്ചു പോയി പോട്ടെ. പിന്നെ ഇദ്ദേഹത്തിന്റെ ശ്ലോകമുണ്ട് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ, മരണം പലവിധമാണ്, ജനനം 2-3 തരത്തിലേ ഉള്ളൂ. അതുപോലെയാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് വലിയൊരു പ്രശ്നമൊന്നും ഇല്ല, അതുകൊണ്ട് വിട്ടുകളാതെ. ആത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യത്തെക്കുറിച്ചും, ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്നും ആലോചിക്കരുത്. അതുകൊണ്ട് ആത്മാവാകുന്ന കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോ ഈ ജീവിതമാകുന്ന ശരീരത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഭഗവാനെ ആലോചിച്ചാൽ മതി എന്നാണ്. ആത്മാവ് ഭഗവാനാണ് ഇവിടെ. ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത്. അത് കേട്ടാൽ പോലും നമ്മൾ ഒരു കൂസലും ഇല്ലാതെ, ഇത് ഇരിക്കാൻ സാധിക്കാത്തവര്, മറ്റുള്ളവർ ഇത് കേട്ടാൽ പോലും അത് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. വളരെ കാഷ്വൽ ആയിട്ട്, വളരെ നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട്, നമ്മൾ നിത്യം നടക്കുന്ന ഒരു സംഭവമായിട്ട് ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വി ക്യാൻ ബിക്കം സോ ഹാപ്പി. അത് കോൺഷ്യസ് ആവുക. ആ കോൺഷ്യസ് ആവേണ്ടത് ജീവിക്കുമ്പോഴാണ്. ഓരോ നിമിഷവും കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക. ആ കോൺഷ്യസ് അല്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് പറയാ, സെൻസ് ഇല്ല എന്ന് പറയാം. കോൺഷ്യസ് എന്ന് പറയുന്നതിന്റെ വാക്ക് സെൻസ് ഉള്ളതുകൊണ്ടാണ്. ആ സെൻസ് ഇല്ലായ്മയാണ് നമ്മൾ സെൻസ്ലെസ് എന്ന് പറയുന്നത്. അപ്പൊ ജീവിക്കുന്ന സമയത്ത് സെൻസ് ഇല്ലാണ്ട് ജീവിച്ചിട്ട്, അൺകോൺഷ്യസ് ആയിട്ട് ജീവിച്ചിട്ട്, സെൻസ്ലെസ് ആയിട്ട് ജീവിച്ചിട്ട്, മരണം വരുന്ന സമയത്ത് സെൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മരണം കാണുമ്പോൾ അയ്യോ നല്ല മനുഷ്യനായിരുന്നു, അപ്പൊ ഇത്രയും കാലം എന്താ അങ്ങനെ തോന്നാതിരുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും ആലോചിക്കണം. എല്ലാ നിമിഷവും ബി ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. നമുക്കില്ലാത്ത ഒരു കുറവാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. നമ്മൾ കുറെ പഠിക്കാനുണ്ട്. നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തില് നമ്മൾ ഓരോ അച്ഛനെയോ അമ്മയെ കാണാൻ പോവുക, ഗുരുക്കന്മാരെ കാണാൻ പോവുക, ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആയിട്ടൊരു വിട്ടു പോവുക. ആ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതില്ല നമുക്ക്. ഈ ഒരു കുട്ടിയെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രസാദം കൊടുക്കുമല്ലോ, ആ കുട്ടിയെ സന്തോഷിപ്പിക്കാനാണ്. നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? ആ കുട്ടിയെ സന്തോഷിപ്പിക്കാനാണ്. ആ സന്തോഷിപ്പിക്കാൻ, എൻ്റെ വീട്ടിൽ വരുന്ന ഒരു കുട്ടിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ, ചോക്ലേറ്റ് ആയാലും ജ്യൂസ് ആയാലും, അതാണ് ആ കുട്ടിക്ക് സന്തോഷമെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. അത് വീട്ടിൽ മേടിച്ചു കൊടുക്കേണ്ടതല്ല. വീട്ടിൽ മേടിച്ചു കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ പുറത്ത് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല. അത് ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്, ഒരു സെലിബ്രേഷന്റെ സമയത്ത് മാത്രം കൊടുക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കാണാൻ പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്, അത് ചില കൊടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് കൊടുക്കുന്നത് പറ്റില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന്, നമ്മുടെ അടുത്ത കാലത്ത് ഞാൻ ഒരു 90 ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ ഒരു പഴയ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ അടുത്തൊരു സുഹൃത്തിന്റെ 90ാമത്തെ വയസ്സ്
സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേക്ക് എന്നെ ക്ഷണിച്ച സമയത്ത് ഞാൻ നല്ലൊരു ബ്ലാങ്കറ്റ് ആണ് കൊണ്ടുകൊടുത്തു, പുതക്കാൻ പറ്റുന്നത്, യൂസ്ഫുൾ ആണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യാ, ഒരു തോർത്തിന്റെ ചിട്ട് കൊടുക്കും, അത് മിക്കവാറും യൂസ്ലെസ് ആണ്, ഒന്നിനും പറ്റില്ല, തുടക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, അത് നല്ല കോട്ടൺ അല്ലാത്തതുകൊണ്ട് തുടക്കാൻ പോലും പറ്റില്ല. അപ്പൊ എന്ത് പറ്റും, അത് യൂസ്ലെസ് ആയിട്ട് മാറും. അങ്ങനെ കുറെ കട ഉണ്ടാവും, പലരുടെ വീടുകളിലും ഇങ്ങനെ കിടക്കണം. അത് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസർക്ക് മാത്രമേ ഗുണമുള്ളൂ, യൂസ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. അതേസമയത്ത് ഈ ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, അത് അദ്ദേഹം ഒരു ഹോസ്പിറ്റലൈസ് ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിലും കൂടി കൊണ്ടുപോയതാ പറഞ്ഞത്, കാരണം അത് വിടാൻ പറ്റുന്നില്ല, അത്രയും സുഖമാണ്. അപ്പൊ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ട് കൊടുക്കാം. നമ്മളിപ്പോ പറഞ്ഞല്ലോ, കുട്ടിക്ക് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും അല്ലെങ്കിൽ എന്തും കൊടുക്കും. ഒരു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ ഭഗവാൻ എന്ന് പറയുന്നത് തന്ത്രിയുടെ കുട്ടിയാണ്. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പൂവോ കുറച്ച് പാലോ കുറച്ച് എണ്ണയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത് ആ കുട്ടിയെ കാണാൻ പോകുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചോ. അത് ആർക്കാ കൊടുക്കുക, കുട്ടിക്കല്ലല്ലോ നമ്മൾ കൊടുക്കുക, കുട്ടിയുടെ രക്ഷിതാവിന് കൊടുത്തിട്ട് രക്ഷിതാവിനോട് കൊടുക്കാൻ പറയാച്ച. അതാണ് നമ്മൾ തന്ത്രിക്കും പൂജാരിക്കും ഒക്കെ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ശാസ്ത്രമായിട്ട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരാളടുത്ത് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു സമയം ചെലവഴിക്കുമ്പോഴും നമ്മൾ അവർക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം എന്നുള്ളതാണ്. അത് വളരെ ശാസ്ത്രീയമായിട്ട് അത് എങ്ങനെയെങ്കിലും കൊടുത്താൽ മതി. അത് വിദ്യയായിട്ട് കൊടുക്കാം, വേറെന്തെങ്കിലും തരത്തിലൊക്കെ റീപേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ഫലം കൊടുക്കുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അത് തീരെ ഇല്ലാത്ത കുറേ ജനങ്ങളുണ്ട്. അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചാല് മരിച്ചു കഴിയുമ്പോൾ അയ്യടാന്ന് ആലോചിക്കും, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. അത് പാടില്ല. ഗ്രീഫ് അല്ല വേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡാണ്. മരിച്ചു കഴിഞ്ഞ് ഗ്രീഫ് കാണിക്കരുത്, ജീവിച്ചിരിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, അതാണ് വേണ്ടത്. അതായത് ഈ ഒരു ശ്ലോകം 29ാമത്തെ ശ്ലോകം അത്ഭുതത്തോടെ പലരും അത് കാണുന്നു, കേൾക്കുന്നു, പക്ഷെ ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു വലിയൊരു വിവരണമാണ് സാർ നൽകിയത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ബോധത്തോടെ, തോട്ട്ഫുൾ ആയിട്ട്, കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും കഴിയാവുന്ന ഒരവസ്ഥയിലുള്ള ഒരു ജീവിതമാണ്. മരണം ഒന്നും ആശ്ചര്യപ്പെടാൻ മാത്രമായിട്ടൊന്നുമില്ല എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ എപ്പോഴും ജീവിക്കും. മനോഹരമായിട്ടാണ് സാർ അത് വാക്കുകൾ കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലക്ഷ്മി സാർ എന്നാ വിളിക്കണത്. പിന്നെയും അത് വന്നു പോകുന്നു. TPSG ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, ഡോക്ടർ TPS എന്റെ പേര്, എന്നെ കാണുമ്പോ എന്റെ പേര്. എനിക്ക് വേണമെങ്കിൽ ഡോക്ടർ ലക്ഷ്മി മാഡം എന്നൊക്കെ വിളിക്കാം. വേണ്ട, എന്നെ അങ്ങനെ വിളിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പ്രേക്ഷകര് അടക്കം പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാ വെച്ചാല് ബിക്കോസ് യു ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഭാരതീയരായിട്ടില്ല ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരുടെ അതേ പ്രകടനങ്ങളാണ്. എന്റെ ഒരു നല്ലൊരു ഒരു ചിന്മയ സ്വാമിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള നായർ, എന്റെ അടുത്തൊരു സുഹൃത്താണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഒരു ടെലിഫോൺ എടുത്തിട്ട് കളക്ടറേറ്റിൽ വിളിക്കുക, എന്നിട്ട് മലയാളത്തിൽ ചോദിക്കുക കളക്ടർ ഉണ്ടോ. അവരൊരു കളക്ടർ ഉണ്ട്, ഒന്ന് ഫോൺ കൊടുക്കോ. അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല എന്നിട്ട് ഫോൺ വെക്കും. അതേ സമയത്ത് അതേ ഫോണിൽ വിളിച്ചിട്ട് കളക്ടർ സാബ് ഹൈ ക്യാ മുझे बात करना है എന്ന് പറഞ്ഞ ഓട്ടനെ കണക്ട് ചെയ്യും. നമ്മൾ മലയാളത്തെക്കാളും കുറച്ച് ബഹുമാനം ഹിന്ദിയോടാണ്. അതേ സമയത്ത് can I speak to കളക്ടർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവൻ ആരാന്ന് പോലും ചോദിക്കില്ല, ഉടനെ കണക്ട് ചെയ്യും. ഇംഗ്ലീഷിനോടുള്ള ഒരു അടിമത്തം ഇപ്പോഴും നമുക്കുണ്ട്. ആ അടിമത്തമാണ് ഞാൻ പറയാറുണ്ട്, പട്ടിക്ക് പോലും ആ അടിമത്തം ഉണ്ടെന്നാണ്. നിങ്ങളൊരു പട്ടിയോട് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലേ പോവുള്ളൂ, പുറത്തു എന്ന് പറഞ്ഞാൽ പട്ടി നമ്മളെ നോക്കി ആരാ പറയുന്നത്, ഒരു ബഹുമാനം ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഈ സിനിമയിലൊക്കെ എപ്പോഴും വഴക്ക് പറയുന്ന സമയത്ത് റാസ്കൽ എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് എന്തുകൊണ്ടാ പറയാനുള്ളത്? ആ പറയുന്ന സമയത്ത് ഒരു അധികാരത്തിന്റെ ഒരു ചൊവ അതിനകത്തുണ്ട്. ആ അധികാരത്തിന്റെ ചൊവ നമുക്ക് പാടില്ല. പ്രത്യേകിച്ചും ഇന്നലെ എങ്ങാണ്ട് തിരുവനന്തപുരത്തുള്ള ഒരാൾ വിളിച്ച സമയത്ത് അയാൾ എന്നെ അറിയാതെ സാറിന് വിളിച്ചിട്ട് പറയാം, ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ എല്ലാരെയും സാറിന് വിളിച്ചിട്ട് ശീലമായിപ്പോ, ഇപ്പോഴാ മനസ്സിലായത് അത് വേണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഉടനെ തന്നെ മാറ്റി പറഞ്ഞു, ഇനി വിളിക്കത്തില്ല കേട്ടോ സാറേ. പിന്നെയും വിളിച്ച സാറെന്നാണ്, ഇത് വിളിക്കത്തില്ല കേട്ടോ സാറേ. ഞാൻ പറഞ്ഞു, ഇപ്പത്തെ പറഞ്ഞു ഒന്നുകൂടി പറയാം. അയ്യോ എന്നാ ചെയ്യാനാ, ഇതായിപ്പോയി എന്റെ ശീലം, ഇതാണ് കുഴപ്പം. അത് ശരിയായിരിക്കും, ശീലം കൊണ്ട് വന്നു പോകുന്നതാണ്. പിന്നെ ഒരു ബഹുമാന ദുശീലം സത്യം തന്നെയാണ്. അത് എന്നെ നിർത്തിക്കാൻ വേണ്ടി എന്നെ ഇടയ്ക്ക് മാഡം എന്നൊക്കെ അല്ല. ഞാൻ എന്റെ കുട്ടികളോട് എന്താ പറയാ അറിയോ, ഞാൻ ക്ലാസ് എടുക്കുന്ന എന്റെ ഗോവയിലൊക്കെയുള്ള ക്ലാസ്സോ അല്ലെങ്കിൽ ചെന്മയിലൊക്കെയുള്ള ക്ലാസ്സുകൾ ഇപ്പോഴുള്ള ലാസ്റ്റ് ഉള്ളത് നോക്കിയാൽ കാണാം. കുട്ടികളോട് ഞാൻ പറയും, സാർ എന്ന് വിളിച്ച ഉടനെ കൈ ഇവിടെ വെക്കുക, എന്നിട്ട് കുറെ ദൂരെ കൊണ്ടുപോയിട്ട് ഒന്ന് അടുപ്പിച്ച് പിടിച്ചാൽ മതി, ഫാസ്റ്റ് ആയിട്ട്.
എല്ലാ പിള്ളേരും ചെയ്യും അത്. അങ്ങനെ 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റബ്ബർ ബാൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇല്ലേ, അതുപോലെ റബ്ബർ ബാൻഡ് നേരെ പൊന്തിച്ച് പിടിച്ച് ടപ്പ് എന്ന് വിടുമ്പോൾ ടപ്പ് എന്ന് അടിക്കുമല്ലോ. അതാണ് കോൺഷ്യസ് ആവാനുള്ള മാർഗം എന്ന് പറയുന്നത്. വി ഹാവ് ടു ബി കോൺഷ്യസ്, കാരണം ഇറ്റ് സെൻഡ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. അല്ല, ഇത് പറയുമ്പോൾ നമ്മുടെ പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻജി അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദേശം പോലും കൊളോണിയൽ അടിമത്വം ഇല്ലാതെയാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് പോലും അത് ബോധപൂർവം പരിശ്രമിച്ചിട്ടും ഈ ചില വാക്കുകൾ ബ്രെയിനിന്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. നമ്മൾ റിപ്പീറ്റഡ്ലി അത് നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ. ഇപ്പൊ ഞാനും അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ലോർഡ് കൃഷ്ണ എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്ത് അടുത്ത കാലത്ത് അത് പറഞ്ഞ് ചിന്മയ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു 12ാം ക്ലാസ്സിലെ കുട്ടി എന്റെ പഴയ പല ടോക്കുകളിലും ഞാൻ ലോഡ് എന്ന് പറഞ്ഞെടുത്തിട്ട് ഇവിടെ ഇത്രാമത്തെ സെക്കൻഡിൽ ഇത്രാമത്തെ മിനിറ്റിൽ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ഷമാപണം നടത്തി. പണ്ട് എനിക്ക് വിവരം ഉണ്ടായില്ല, ഇപ്പൊ കുറച്ച് വിവരം വന്നു തുടങ്ങിയതുകൊണ്ടാണ്. അല്ല, അത് സാർ ബോധത്തിന്റെ മാത്രമല്ല, നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. നമ്മൾ കേട്ട് ശീലിച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്. അത് മാത്രമല്ല, ഞാനിപ്പം എന്നെ പഠിപ്പിച്ച മാഷന്മാരെ ഇപ്പോഴും കാണുമ്പോൾ, പക്ഷെ ഇപ്പോഴും ഞാൻ മാഷന്മാരെന്നേ പറയും. പറ്റുന്നതും മാഷന്മാരെന്നാ പറയാം. മാഷ് എന്നുള്ളത് വാക്ക് വ്യത്യാസമുണ്ട്. അതേ സമയത്ത് അന്ന് ഞാൻ സാറ് എന്ന് വിളിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, പക്ഷെ ഇപ്പൊ അവരെയൊക്കെ മാറ്റി. ഞാൻ മിക്കവാറും ആൾക്കാരെ കേശവേട്ടൻ, അനന്തേട്ടൻ, അങ്ങനെയൊക്കെ എല്ലാവരും ഏട്ടന്മാരെന്ന് വിളിക്കാം. കാരണം അവരൊക്കെ എന്റെ അടുത്ത ബന്ധുക്കളും എന്നെ സ്നേഹിക്കുന്നവരും. അവരെ ഞാൻ സാറെന്ന് വിളിക്കുന്ന സമയത്ത് ശരിക്കും അവരെ ഡിഗ്രേഡ് ചെയ്യാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ബന്ധമില്ലാത്ത പല സാറന്മാരും എനിക്കുണ്ടെന്ന് പറയും ഞാൻ. പക്ഷെ ബന്ധമുള്ളവര് ദേ ബിക്കം വെരി ക്ലോസ് ടു മീ. അപ്പൊ വാക്കുകൾ വളരെ കൃത്യമായിട്ട് തീർച്ചയായിട്ടും വളരെ ബോധപൂർവം പരിശ്രമിക്കാം. ഇല്ലെങ്കിൽ എന്നെ TPSC ഇടയ്ക്ക് മാഡം എന്നൊക്കെ വിളിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പക്ഷെ നമ്മൾ പലപ്പോഴും ഈ കമന്റുകളൊക്കെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന സമയത്തും ഇത് കാണുന്ന ചിലരൊക്കെ എന്നോട് മാത്രം എന്താ പറഞ്ഞ അങ്ങനെ എന്താ ലക്ഷ്മിയോട് പറയാത്തത്? ഞങ്ങൾ നല്ല കുട്ടികളോട് പറഞ്ഞ അനുസരിക്കുന്നവരോടെ പറയാറ്. അനുസരിക്കുന്നവരോടെ പറയാറ്. ഇത്രയും പാവം കൃഷ്ണൻ എത്രയും പ്രാവശ്യം പറഞ്ഞിട്ടും ദുഃഖിക്കുന്ന എത്രയോ പേര്. ഈ 30ാമത്തെ ശ്ലോകത്തിലും സാറ് വിളി നിർത്തിക്കാൻ വേണ്ടി സാറ് നല്ല പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും സാറെന്നാ പറഞ്ഞത്. സാറ് വിളി നിർത്താൻ വേണ്ടി സാറ് പരിശ്രമിക്കുന്നുണ്ടാവും. അല്ല, ഇനി TPSC കാണിക്കാം. 30ാമത്തെ ശ്ലോകത്തോടു കൂടി ശോചിതും അർഹസി എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. 22 മുതൽ 30 വരെ ശോചം വന്നോണ്ടിരിക്കും. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ക്രമം എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് 30ലും അവസാനിക്കുന്നത് നത്വം ശോചിതും അർഹസി എന്നാണ്. 30 എനിക്ക് ചൊല്ലേണ്ടത്. ചൊല്ലില്ലല്ലോ 30. അതെ, അടുത്ത 30. ഞാൻ ബുക്ക് എടുത്തിട്ടേ ഇല്ലെന്ന്. കാരണം 3ാമത്തെ അധ്യായത്തിൽ എനിക്ക് കുറെ ബൈഹട്ട. ഒരു മിനിറ്റ്. 30ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് നിർത്താം. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരതഃ തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം സാർ, അത് ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു. തസ്മാത് സർവാണി ഭൂതാനി. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരതഃ തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഇപ്പൊ എൻജോയ് ചെയ്യുന്നില്ലേ ശോചിതുമർഹസി എന്ന് വരുമ്പോ? അല്ലേ? ത്വം ശോചിതു ന അർഹസി. നീ വ്യസനിക്കുന്നതിന് അർഹനല്ല, വ്യസനിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ദുഃഖിക്കേണ്ടതില്ല. എന്താ കാരണം? ഹേ ഭാരത, അവിടെ ഭാരത എന്നാണ് കുറച്ചും കൂടി സീരിയസ് ആയി. എവിടെ ഭാരത എന്ന് ഉപയോഗിച്ചോ ഉടനെ സീരിയസ് ആയി. ഭരതവംശജ, നീ രാജാവാവേണ്ടവനാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹേ അർജുന എന്നല്ല പറയുന്നത്. പക്ഷെ പല ടെക്സ്റ്റ് ബുക്കുകളിലും ട്രാൻസ്ലേഷനിൽ അർജുന എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. കാരണം ഭാരത എന്നുള്ളത് ആ ഒരു ട്രാൻസ്ലേഷനിൽ അർജുന എന്നാണ് എഴുതുക പലപ്പോഴും. എല്ലാവരുടെയും ശരീരത്തിൽ ദേഹി നിത്യം അവധ്യോയം, എല്ലാവരുടെയും ശരീരത്തിൽ ഉള്ള ചൈതന്യമാണ്, നിത്യമായിട്ടുള്ളതാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ദേഹി എന്ന് പറയുന്ന ലൈഫ് ഫോഴ്സ് എനർജി, ജീവൻ, പ്രാണൻ, ജീവാത്മാവ്,
എന്നും ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കാത്തതും വധിക്കാൻ സാധിക്കാത്തതും ഇന്ന് തുടങ്ങിയ തന്നെ വധാണ്. അപ്പൊ ക്ലാസ് തന്നെ വധാന്ന് പറയുന്നത്. അർജുന, ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിനെ ഒരിക്കലും നിനക്ക് കൊല്ലാൻ സാധിക്കില്ല. സർവസ്യ ദേഹേ അയം, എല്ലാവരുടെയും ദേഹത്തില് ഈ ആത്മാവുണ്ട് താനും. അതില്ലെങ്കിൽ അവര് വാളും പരിചയം എടുത്തിട്ട് വരില്ല നമ്മുടെ മുമ്പിൽ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ദേഹം അങ്ങോട്ട് കളഞ്ഞിട്ട് ആത്മാവ് ഇങ്ങോട്ട് തന്നോളാനാണ് ഭഗവാൻ പറയുന്നത്. തസ്മാത് സർവാണി ഭൂതാനി, എല്ലാ ജീവജാലങ്ങളിലും ഒരു ജീവികളിലും ഒഴിയാതെ, എല്ലാ ജീവ എന്ന് പറയുന്നത് തന്നെ ജീവനാണല്ലോ, അത് കഴിഞ്ഞ പിന്നെ ശവായി. അപ്പൊ എല്ലാ ജീവികളിലും ഉള്ളതാണ് ഈ ജീവൻ. ആ ജീവികളെ ശവമാക്കുന്ന സമയത്ത് ജീവൻ നമ്മൾ എടുക്കുന്നില്ല, അത് അവിടെ നിന്ന് മുക്തി നൽകുകയാണ്. ആ ശരീരത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുകയാണ്, പറിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഏതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട? ആ ജീവനുള്ള ശരീരത്തിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട. കാരണം ശരീരം മാത്രമേ കളയുള്ളൂ, ജീവൻ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്. കാരണം അവർ നിൽക്കുന്നത് മോശം സ്ഥലത്താണ്. അപ്പൊ ആ മോശം സ്ഥലത്ത് നിൽക്കുന്ന ശരീരത്തിൽ നിന്ന് ഈ ജീവൻ എടുത്തിട്ട് നമ്മൾ നല്ല ആത്മാവിലേക്ക്, നല്ല ശരീരത്തിലേക്ക് നാളെ കൊടുക്കുമല്ലോ. അവർ നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്തല്ല, പൊസിഷൻ മോശമാണ്, അതാണ് പ്രശ്നം. അല്ലാണ്ട് അവരോട് വിരോധമൊന്നുമില്ല. ആ ശരീരം നിൽക്കുന്ന പൊസിഷൻ വേറെ സ്ഥലത്താണ്. ആത്മാവ് എവിടെയുള്ളത്? ആത്മാവെല്ലാം എൻ്റെ കയ്യിലാണുള്ളത്. അപ്പൊ ആ പൊസിഷൻ മോശമായത് കൊണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് തന്നാല് നല്ല പൊസിഷൻ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ നാളെ കൊടുത്തോളാം എന്നുള്ള പോലെയാണ്. നമ്മൾ പറയല്ലോ, നമ്മൾ ആർക്കെങ്കിലും ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോശം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതെങ്കിലും തിരിച്ചെടുത്തോളൂ, നല്ല ആൾക്ക് കൊടുക്കാന്ന് പറയാറില്ലേ? അതുപോലെയാണ്. അർജുന, ഈ ദേഹം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം മോശമാണ്, അല്ലെങ്കിൽ ആ നിത്യമായിട്ട് സ്ഥിതി ചെയ്യേണ്ട സ്ഥലത്തല്ല, നല്ല വിധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തല്ല ഉള്ളത്. ദേഹം സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി, എല്ലാവരുടെയും ഈ ഭൂതം അല്ലെങ്കിൽ ആ ആത്മാവ് എന്ന് പറയുന്ന സ്ഥലം അവിടെ നല്ല സ്ഥലത്തല്ലാത്തതുകൊണ്ട് അവിടുന്ന് നമ്മൾ എടുത്തു കളയുന്നു എന്നുള്ളതല്ലാണ്ട് നിത്യമായിട്ടിരിക്കേണ്ട സ്ഥലത്തല്ല ഉള്ളത്. ഇപ്പൊ ഉള്ളത് അനിത്യമായിട്ടിരിക്കേണ്ട സ്ഥലത്താണ്. അവിടുന്ന് നിത്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ അവർക്ക് മാറ്റിയിട്ട് അവിടുന്ന് നമുക്ക് പുതിയൊരു ജന്മം കൊടുക്കാം. അതുകൊണ്ട് എല്ലാം ആദ്യം മുതൽ പറഞ്ഞ അതാണ്. അപ്പൊ 11ാമത്തെ ശ്ലോകം മുതൽ 30ാമത്തെ ശ്ലോകം വരെ എത്ര പ്രാവശ്യം ശോചിക്കരുത്, പരിതപിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് എണ്ണി നോക്കണം. ആയതിനാൽ നീ ജീവിക്കുന്ന സമയത്ത് ദുഃഖിക്കാതെ ജീവിക്കുക. നത്വം ശോചിതും അർഹസി. എന്ത് രസകരമായിട്ടുള്ള ഒരു ആ വായിക്കുന്ന സമയത്ത് ഇത് ഇത്രയും പ്രാവശ്യം വായിച്ചിട്ടും എന്റെ ഭഗവാനെ എനിക്ക് ദുഃഖം തന്നുവല്ലോ എന്ന് പറയുന്നതിന് പകരം എന്റെ ഭഗവാനെ എനിക്ക് സന്തോഷം തന്നുവല്ലോ, എന്നെ ദുഃഖിക്കാതിരിക്കണം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ഭഗവാൻ. അദ്ദേഹത്തോടുള്ള ബഹുമാനെങ്കിലും വേണ്ടേ? അല്ലേ? വളരെ 30ാമത്തെ ശ്ലോകം വരെ പോയത് അറിഞ്ഞില്ല സാർ. സാറല്ല TPC 22 മുതൽ 30 വരെ മനോഹരമായിട്ട് ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിന്ന്, എഡ്യൂക്കേഷണലിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമുക്ക് വിശദീകരണം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കണ്ടന്റ് വിശദീകരണം എല്ലാം മനോഹരമായിട്ട്, ശാസ്ത്രീയമായിട്ട്, ആത്മീയമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു. അതിന് 1000 പാദ നമസ്കാരങ്ങളോട് മനസ്സിലാക്കിയാൽ മതി. കൃഷ്ണേട്ടനെ മനസ്സിലാക്കിയ പിന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി തീർച്ചയായിട്ടും. നല്ല ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.